എനിക്കിവളെ അറിയില്ല അപ്പച്ചി. ആ വലിയ ഹാളിൽ ഗോകുലിന്റെ ശബ്ദം വല്ലാതെ മുഴങ്ങിക്കേട്ടു. അവന്റെ വാക്കുകളിൽ ദേഷ്യവും ഒപ്പം വല്ലാത്തൊരു വെപ്രാളവും കലർന്നിരുന്നു. ആഡംബരം നിറഞ്ഞ ആ വീടിന്റെ വിശാലമായ ലിവിംഗ് റൂമിൽ ഒരു സാധാരണ ചുരിദാറുമിട്ട് 2 കൈകളും വയറിനോട് ചേർത്തു പിടിച്ച് വിറയലോടെ നിൽക്കുകയായിരുന്നു അലീനയപ്പോൾ. 3 മാസം ഗർഭിണിയായിരുന്നു ആ പാവം പെൺകുട്ടി. അവളുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞു കവിഞ്ഞിരുന്നു. ആ കണ്ണുനീർ അവളുടെ കവിളിലൂടെ താഴേക്കൊലിച്ചിറങ്ങി. ചുറ്റുമുള്ള വലിയ തൂണുകളും വില കൂടിയ ഫർണിച്ചറുകളും അവളെ നോക്കി പരിഹസിക്കുന്നതുപോലെ അവൾക്ക് തോന്നി. കോടീശ്വരനായ ഗോകുൽ, ആ നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായ മഹാദേവ വർമ്മയുടെ ഒരേ ഒരു മകൻ. അമ്മയില്ലാത്ത അവന് അച്ഛൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ബിസിനസ് തിരക്കുകൾ കാരണം അച്ഛൻ എപ്പോഴും മാറി നിൽക്കുമ്പോൾ അവന്റെ എല്ലാ കാര്യങ്ങൾക്കും അവന്റെ നല്ലതിനും ചീത്തതിനും ഒപ്പം നിൽക്കുന്നത് അവന്റെ അച്ഛന്റെ സഹോദരിയായ ഭാരതി അപ്പച്ചിയാണ്. ഭാരതി അപ്പച്ചി അലീനയെയും ഗോകുലിനെയും മാറി മാറി നോക്കി. അവരുടെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവമുണ്ടായിരുന്നു. ഗോകുൽ, നീ ഇങ്ങനെ ഒച്ചയെടുത്തിട്ട് കാര്യമില്ല, ഭാരതി അപ്പച്ചി അല്പം കടുപ്പമേറിയ സ്വരത്തിൽ പറഞ്ഞു. ഇന്നുവരെ ആരും ഒരു കുഞ്ഞിന്റെ അവകാശവും ചോദിച്ച് ഈ മുറ്റത്ത് വന്നിട്ടില്ല. എന്നാൽ ഇവൾ ഇങ്ങനെ ധൈര്യത്തോടെ കയറി വരണമെങ്കിൽ ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നിന്റേതല്ല എന്ന് നിനക്ക് അത്രയ്ക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അപ്പച്ചിയുടെ ആ ചോദ്യം കേട്ടതും ഗോകുൽ ഒരു നിമിഷം പതറിപ്പോയി. അവന്റെ നെറ്റിയിൽ വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞു. അവൻ അലീനയുടെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു, അതപ്പച്ചി, ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയില്ല. അത്രയും പറഞ്ഞ് ഗോകുൽ വല്ലാത്തൊരു അസ്വസ്ഥതയോടെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അവൻ സ്വീകരിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ അലീനയുടെ നെഞ്ച് തകർന്നുപോയി. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ കനത്തിൽ താഴേക്ക് വീണു. ഗോകുൽ അപ്പോൾ അവളെ നോക്കാതെ അപ്പച്ചിയുടെ അരികിലേക്ക് ചെന്നു. അപ്പച്ചി ഒന്നിങ്ങോട്ട് വന്നേ. അവൻ തൊട്ടടുത്തുള്ള റൂമിലേക്ക് കയറി. ഭാരതി അപ്പച്ചി അലീനയെ ഒന്ന് നോക്കിയ ശേഷം ഗോകുലിനു പിന്നാലെ ആ മുറിയിലേക്ക് കയറി വാതിലടച്ചു. മുറിയിൽ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. വാതിലടച്ചതും ഭാരതി അപ്പച്ചി കൈകൾ കെട്ടി അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി. അവരുടെ നോട്ടം നേരിടാൻ കഴിയാതെ ഗോകുൽ ജനാലയ്ക്കരികിലേക്ക് നടന്നു. ഞാൻ നിന്നെ വിമർശിക്കുകയല്ല ഗോകുൽ, അപ്പച്ചി സ്വരം താഴ്ത്തി പറഞ്ഞു. എന്നാലും ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി ഇങ്ങനെ ഒരു വലിയ വീട്ടിലേക്ക് കയറി വരണമെങ്കിൽ അതിൽ നിനക്ക് എന്തെങ്കിലും പങ്ക് കാണില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണുണ്ടായത്? നീ എന്നോട് തുറന്നു പറ. ഗോകുൽ അപ്പച്ചിയെ നോക്കി. അവന്റെ മുഖത്ത് കുറ്റബോധവും ദേഷ്യവും ഇടകലർന്നു നിന്നു. അപ്പച്ചിയോട് ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അവൻ തലയ്ക്ക് കൈവച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു. അവളെ എനിക്കറിയാം. നമ്മുടെ ടൈൽസ് ഫാക്ടറിയിലെ കണക്ക് നോക്കാൻ പുതുതായി വന്ന പെൺകുട്ടിയാണ് അവൾ. അന്നൊരിക്കലും മാസാവസാനമായിട്ട് ഫാക്ടറിയിലെ ക്ലോസിംഗ് ആയതുകൊണ്ട് അവള് രാത്രി വൈകിയും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് നന്നായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപ്പച്ചി. ആ ഒരു നിമിഷത്തിൽ ഒരബദ്ധത്തിൽ എന്തോ സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് കരുതി എനിക്ക് ഈ അവകാശമൊന്നും ഏറ്റെടുക്കാൻ വയ്യ. അവളെ എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പച്ചി എന്താണെന്ന് വെച്ചാ ചെയ്യേ. അവളെ ഇവിടെ നിന്ന് ഒന്ന് ഒഴിവാക്കി വിട്. ഗോകുൽ വളരെ നിസ്സാരമായി ആ വാക്ക് പറഞ്ഞെങ്കിലും അത് കേട്ടതും ഭാരതി അപ്പച്ചി ആകെ പേടിച്ചുപോയി. അവരുടെ മനസ്സിൽ ഒരേ സമയം പലവിധ ചിന്തകളും സംശയങ്ങളും കടന്നു വന്നു. അവൾ പറയുന്നത് സത്യമാണെങ്കിൽ, ഗോകുലി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോകുലിന്റെ അച്ഛൻ ഇതറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. കാരണം ഗോകുലിന്റെ സകല സ്വത്തിനും അവകാശിയാണ് ആ പെൺകുട്ടിയുടെ വയറ്റിൽ കിടക്കുന്നത്. ഇത് പുറത്തറിഞ്ഞാൽ തങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സ് പോകുമെന്ന് മാത്രമല്ല, താൻ ഇന്ന് അനുഭവിക്കുന്ന സ്വത്തുക്കളിൽ പലതും കൈവിട്ടു പോകും. ഭാരതി അപ്പച്ചി ഒരു നിമിഷം ആകെ സ്തബ്ധയായി എന്തൊക്കെയോ ആലോചിച്ചു നിന്നു. ഗോകുൽ അപ്പോൾ വീണ്ടും പറയാൻ തുടങ്ങി. ഞാൻ അന്ന് എന്തൊക്കെയോ ടെൻഷനിലായിരുന്നു അപ്പച്ചി. മാനസികമായിട്ട് ബ്രേക്കപ്പ് ആയ വിഷമം, ബിസിനസ്സിലെ പ്രഷർ, എല്ലാം കൂടെ എന്തൊക്കെയോ കലിപ്പിലായിരുന്നു ഞാൻ. ആ വെറുപ്പും ദേഷ്യവും ഒക്കെ മനസ്സിലിട്ട് ഫാക്ടറിയിൽ ചെന്നപ്പോഴാണ് ഇവളെ അവിടെ ഒറ്റയ്ക്ക് കണ്ടത്. കൂട്ടത്തിൽ മദ്യവും കൂടെ ആയപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതാണ്. അവൻ പറയുന്നത് കേട്ട് ഭാരതി അപ്പച്ചി ആകെ ഷോക്കായി നിന്നു. അവൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർക്ക് ആദ്യം മനസ്സിലായില്ല. എങ്കിലും ഒരു സാമർത്ഥ്യക്കാരിയായ അവർ പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു. എന്തായാലും അവളെ ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞയക്കണ്ട. അവൾ പുറത്തു പോയ പ്രശ്നമാണ്. ഇത് വേറെ ആരെങ്കിലും ഒക്കെ അറിഞ്ഞാൽ നാണക്കേട് വേറെയും. മാത്രവുമല്ല, അതിന്റെ പിറകിൽ വേറെയും പ്രശ്നങ്ങളുണ്ട്. അവളുടെ വയറ്റിലുള്ളത് നിന്റെ കുഞ്ഞു തന്നെയാണെങ്കിൽ നീ അത് ഏൽക്കേണ്ടി വരും. ഭാരതി അപ്പച്ചി ഗൗരവത്തിൽ പറഞ്ഞു. തൽക്കാലം ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം. എനിക്കിപ്പോ മീറ്റിംഗ് ഉണ്ട്. നീയും ഓഫീസിലേക്ക് ഇറങ്ങുകയല്ലേ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം.
ഗോകുൽ അപ്പോൾ അപ്പച്ചിയുടെ കൈകളിൽ പിടിച്ചു. അപ്പച്ചി നോക്കണം, എനിക്ക് ഈ ലോകത്ത് അപ്പച്ചിയെ മാത്രമേ വിശ്വാസമുള്ളൂ. അവൻ വല്ലാത്തൊരു പ്രതീക്ഷയോടെ പറയുമ്പോൾ ഭാരതി അപ്പച്ചി അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. അതിലൊരു തരം ഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ശേഷം ഗോകുൽ ബെഡിലിരുന്ന തന്റെ മൊബൈൽ ഫോണും എടുത്ത് റൂമിൽ നിന്നിറങ്ങി. വലിയ ഡൈനിങ് ഹാളിന്റെ ഒരു വശത്ത് തളർന്നു നിൽക്കുന്ന അലീനയെ അവനൊന്ന് നോക്കുക പോലും ചെയ്തില്ല. ഒരപരിചിതയെ പോലെ അവളെ അവഗണിച്ചുകൊണ്ട് അവൻ വേഗത്തിൽ പടികൾ ഇറങ്ങി പുറത്തേക്ക് പോയി. അവൻ പോകുന്നത് നെഞ്ചു പൊട്ടുന്ന വേദനയുമായി നിറ കണ്ണുകളോടെ അലീന നോക്കി നിന്നു. തന്റെ ജീവിതം ഇനി എന്താകുമെന്ന ഭയം അവളെ പൂർണ്ണമായി വിഴുങ്ങിയിരുന്നു. ഗോകുൽ പോയതിനു ശേഷം ഭാരതി അപ്പച്ചി പതുക്കെ അലീനയുടെ അരികിലേക്ക് നടന്നു ചെന്നു. അപ്പച്ചി അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി. അവരുടെ നോട്ടത്തിൽ ഒട്ടും ദയയുണ്ടായിരുന്നില്ല. നീ പറയുന്നതാണോ അവൻ പറയുന്നതാണോ ശരിയെന്ന് എനിക്കറിയില്ല, അപ്പച്ചി കൈകൾ കെട്ടി നിന്നുകൊണ്ട് പറഞ്ഞു. എന്തായാലും ഇങ്ങനെ ഒരു അവകാശവും പറഞ്ഞ് ഇതുവരെ ആരും ഇവിടെ കയറി വന്നിട്ടില്ല. നിന്റെ കാര്യത്തിൽ എന്തു വേണമെന്ന് നമുക്ക് ആലോചിക്കാം. നീ എന്തായാലും ഇന്നിവിടെ താമസിക്കേ. എനിക്കിപ്പോൾ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് വരാം. വൈകിട്ട് നമുക്കിരുന്ന് സംസാരിക്കാം. അത്രയും പറഞ്ഞ് ഭാരതി അപ്പച്ചി അവിടെയുള്ള ജോലിക്കാരിയെ ഉറക്കെ വിളിച്ചു. രാജി, ഇങ്ങോട്ട് വാ. അടുക്കളയിൽ നിന്നും അപ്പോൾ അവിടെ ജോലിക്ക് നിൽക്കുന്ന രാജി ഓടി വന്നു. എന്താ മേഡം വിളിച്ചത്? രാജി, ഈ കുട്ടിക്ക് താഴെയുള്ള വിസിറ്റേഴ്സ് റൂം കാണിച്ചു കൊടുക്ക്. ഭക്ഷണം എന്താണെന്ന് വെച്ചാ കൊടുക്ക്, ഞാൻ വൈകിട്ട് വരാം. ഭാരതി അപ്പച്ചി അത്രയും പറഞ്ഞ് അവരുടെ ലക്ഷറി കാറിന്റെ കീയും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആ വലിയ കൊട്ടാര സദൃശമായ വീട്ടിൽ അപരിചിതരായ മനുഷ്യരുടെ നടുവിൽ തന്റെ വയറ്റിലെ കുഞ്ഞു ജീവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാജി കാണിച്ചു കൊടുത്ത മുറിയിലേക്ക് അലീന പതിയെ നടന്നു ചെന്നു. കുട്ടി ഇവിടെ റെസ്റ്റ് എടുത്തോളൂ, ഞാൻ ഇപ്പൊ വരാം. മുറി കാണിച്ചു കൊടുത്തതും രാജി അവിടെ നിന്നും പോയി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആ വീട്ടിലാകെ വല്ലാത്തൊരു ശൂന്യത പടർന്നു. ചുമരിലെ വലിയ ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം മാത്രമാണ് അവിടെ കേട്ടിരുന്നത്. ജനാലയിലൂടെ പുറത്തെ വിശാലമായ മുറ്റത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അലീനയുടെ നെഞ്ച് ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. വാതിലിൽ അപ്പോൾ പതുക്കെ ഒരു മുട്ട് കേട്ടു. നോക്കിയപ്പോൾ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളവുമായി നിൽക്കുന്ന ജോലിക്കാരി രാജിയാണ്. രാജിയുടെ മുഖത്ത് അലീനയോട് ചെറിയൊരു സഹതാപമുള്ളതുപോലെ അവൾക്ക് തോന്നി. കഴിക്കാൻ എന്താ വേണ്ടത്? എന്താണെങ്കിലും എടുക്കാം. ചപ്പാത്തിയും കറിയും കൊണ്ടുവരട്ടെ? രാജി പതുക്കെ ചോദിച്ചു. ഒന്നും വേണ്ട ചേച്ചി. അലീന തന്റെ ഉണങ്ങി വരണ്ട ചുണ്ടുകൾ നാവുകൊണ്ട് നനച്ചുകൊണ്ട് പതുക്കെ തലയാട്ടി. ഇപ്പോൾ ഈ വെള്ളം മതി. രാജി അപ്പോൾ കയ്യിലിരുന്ന തണുത്ത വെള്ളം അവൾക്ക് നേരെ നീട്ടി. അലീന ആ ഗ്ലാസ് വാങ്ങി ഒരൊറ്റ ശ്വാസത്തിൽ കുടിച്ചു തീർത്തു. ആ വലിയ മാർബിൾ വീട്ടിലെ തണുപ്പിലും അവൾ ഉള്ളിൽ വെന്തുരുകുകയായിരുന്നു. മുന്നോട്ടിനി എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് അവൾക്കൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ നിമിഷം കൊണ്ട് തന്റെ ജീവിതം എങ്ങോട്ടാണ് മറിഞ്ഞു വീണതെന്ന് ഓർക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. ഓരോ നിമിഷവും ഓരോ യുഗങ്ങൾ പോലെയാണ് അവൾക്ക് മുന്നിലൂടെ കടന്നുപോയത്. സമയം അങ്ങനെ പതുക്കെ കടന്നുപോയി. ഏറെ നേരത്തിനു ശേഷം ആകാശത്ത് ഇരുട്ട് പടരാൻ തുടങ്ങിയതോടെ അവളുടെ ഉള്ളിലെ ഭയവും ഇരട്ടിച്ചു. പെട്ടെന്നാണ് മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. തുടർന്ന് പ്രധാന വാതിൽ തുറക്കുന്ന വലിയൊരു ശബ്ദവും. അലീന വേഗം വാതിലിനരികിലേക്ക് ചെന്ന് പതുക്കെ പുറത്തേക്ക് നോക്കി. രാവിലെ അവിടെ നിന്ന് പോയ ഗോകുലിന്റെ ഭാരതി അപ്പച്ചി തന്നെയാണ് മടങ്ങിയെത്തിയിരിക്കുന്നത്. അവരുടെ മുഖത്ത് വല്ലാത്തൊരു ഗൂഢമായ ഗൗരവമുണ്ടായിരുന്നു. ഹാളിലേക്ക് കയറി വന്ന ഭാരതി അപ്പച്ചി ചുറ്റും നോക്കി. അടുക്കളയിൽ നിന്ന് രാജി ഓടി വരുന്നത് കണ്ടതും അവർ കടുപ്പത്തിൽ ചോദിച്ചു. രാജി, ആ പെണ്ണെവിടെ? അവൾ വിസിറ്റേഴ്സ് റൂമിൽ തന്നെയുണ്ട് മാഡം. രാജി വിനയത്തോടെ മറുപടി നൽകി. ഭാരതി അപ്പച്ചി ഒന്ന് മൂളുക മാത്രം ചെയ്തു. ശേഷം അവർ വേഗം മുകളിലത്തെ നിലയിലുള്ള തന്റെ മുറിയിലേക്ക് പോയി. അല്പനേരം കഴിഞ്ഞ് വസ്ത്രങ്ങളൊക്കെ മാറി കുറച്ചുകൂടി ലളിതമായ വസ്ത്രം ധരിച്ച് അവർ താഴേക്ക് ഇറങ്ങി വന്നു. അവരുടെ നടത്തത്തിന് ഒരു പ്രത്യേക ഭാവമുണ്ടായിരുന്നു. അവർ നേരെ നടന്നത് അലീന ഇരിക്കുന്ന മുറിയിലേക്കാണ്. മുറിയുടെ വാതിലിൽ കടുപ്പത്തിൽ 2 തട്ടുകൾ കേട്ടപ്പോൾ അലീനയുടെ നെഞ്ചെടുപ്പ് കൂടി. അവൾ വേഗം ചെന്ന് വാതിൽ തുറന്നുകൊടുത്തു. പുറത്തുനിന്ന ഭാരതി അപ്പച്ചി ഒരു നിമിഷം അലീനയെ തല മുതൽ താഴെ വരെ നോക്കി. ശേഷം ഒട്ടും ദയയില്ലാതെ അകത്തേക്ക് കയറി വാതിൽ വേഗത്തിൽ അടച്ചു കുറ്റിയിട്ടു. എന്നിട്ട് അപ്പച്ചി മുറിയുടെ നടുവിലേക്ക് നിന്ന് തിരിഞ്ഞു നോക്കി. നിന്റെ പേരെന്താ പറഞ്ഞത്? അവരുടെ സ്വരത്തിൽ ഒരു അധികാര ഭാവമുണ്ടായിരുന്നു. അലീന മാത്യു. അലീന ഭയത്തോടെ കൈകൾ കോർത്തുപിടിച്ച് ശബ്ദം പുറത്തേക്ക് വരാതെ പതുക്കെ പറഞ്ഞു. ഓ, അപ്പൊ ക്രിസ്ത്യൻ ആണല്ലേ? അപ്പച്ചിയുടെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. നോക്കൂ അലീന, ഞാൻ വളച്ചുകെട്ടില്ലാതെ നേരിട്ട് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്.
നീ പറയുന്നു ഇത് ഗോകുലിന്റെ കുഞ്ഞാണെന്ന്. എന്നാൽ അവനോട് ചോദിക്കുമ്പോൾ അവൻ കൃത്യമായി ഒന്നും പറയുന്നുമില്ല. പെട്ടെന്നൊരു ദിവസം കയറി വന്ന നിന്നെ ഞാൻ വിശ്വസിക്കണോ അതോ എന്റെ ഗോകുലിനെ വിശ്വസിക്കണോ? എന്തായാലും ഗോകുലിനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പച്ചിയുടെ വാക്കുകൾ കേട്ട് അലീന ഒന്നും പറയാനാകാതെ നിന്നു. അവരപ്പോൾ പതുക്കെ അലീനയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് സ്വരം കുറച്ചുകൂടി താഴ്ത്തി പറഞ്ഞു, എന്നാലും ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് നീ ഇവിടെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്കൊരു നാണക്കേടുണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ നിനക്കൊരു നല്ല തുക ഓഫർ ചെയ്യാം. അത് വാങ്ങിച്ച് നീ ഇവിടുന്ന് പോയേക്കണം. പിന്നെ മറ്റൊരവകാശവും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. അവർ ഒരു നിമിഷം സംസാരം നിർത്തി അലീനയുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ ശ്രദ്ധിച്ചു. എന്നിട്ട് തുടർന്നു, ഓ സോറി, അവകാശം പറഞ്ഞു വരരുത് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ പരിചയത്തിൽ വളരെ വിശ്വസ്തയായ ഒരു ലേഡി ഡോക്ടറുണ്ട്. അവരെ ഇവിടെ വരുത്തിയിട്ടോ അതോ നീ ഹോസ്പിറ്റലിൽ ചെന്നിട്ടോ എങ്ങനെയാണ് നിന്റെ സൗകര്യമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം. വെറും 2 മണിക്കൂറിന്റെ കാര്യമേ ഉള്ളൂ. അവര് സംഗതിയൊക്കെ തീർപ്പാക്കി തരും. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ ഒരു നല്ല എമൗണ്ട് നിന്റെ കയ്യിൽ തരാം. അത് വാങ്ങിച്ച് നിനക്ക് നിന്റെ വഴിക്ക് പോകാം. എന്താ, സമ്മതമാണോ? അവരത് ചോദിച്ചപ്പോൾ അലീന സത്യത്തിൽ വെന്തുരുകി പോവുകയായിരുന്നു. അവളുടെ കാതുകളിൽ ആ വാക്കുകൾ ഇടിത്തീ പോലെയാണ് പതിച്ചത്. സത്യം പറഞ്ഞാൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് പണം വാങ്ങാനോ വേണ്ടിയല്ല അവൾ അവിടെ വന്നത്. പണമായിരുന്നു അവളുടെ ലക്ഷ്യമെങ്കിൽ അവൾക്ക് ഇതിനു മുൻപ് തന്നെ അതിനുള്ള വഴികൾ നോക്കാമായിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ തന്നെ നശിപ്പിച്ചവൻ, തന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ തന്നെ സ്വീകരിക്കുമെന്നൊരു ചെറിയ പ്രതീക്ഷ ആ സാധാരണക്കാരിയായ പെൺകുട്ടിക്കുണ്ടായിരുന്നു. താൻ ജോലി ചെയ്യുന്ന അത്രയും വലിയ സ്ഥാപനത്തിന്റെ ഉടമയുടെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് കയറി വരാൻ അവൾക്ക് ധൈര്യം നൽകിയതും ആ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോൾ അപ്പച്ചിയുടെ ക്രൂരമായ വാക്കുകളും ഡീലിങ്ങും കേട്ടപ്പോൾ അവൾ ആകെ തകർന്നുപോയി. അവൾ ഒന്നും പറയാതെ കണ്ണുനീരൊഴുക്കി തല താഴ്ത്തി നിന്നു. നീ എന്താ ഒന്നും പറയാത്തത്? അപ്പച്ചിക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല, എന്താണെന്ന് വെച്ചാ വേഗം പറ. അവരവളോട് ഉച്ചത്തിൽ പറഞ്ഞപ്പോൾ അലീനയ്ക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അലീനയുടെ നിശബ്ദത അവരെ വീണ്ടും അസ്വസ്ഥയാക്കി. അവർ വീണ്ടും ഒച്ചയിട്ടു, ഇത് അവന്റെ കുഞ്ഞൊന്നുമല്ലെന്ന് എനിക്കറിയാം. എങ്കിലും നീ ഇതിനെയും വയറ്റിലിട്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയുടെ സേഫ്റ്റി നോക്കണ്ടേ? അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് കളഞ്ഞേക്കണം. പകരം നല്ലൊരു എമൗണ്ട് നിനക്ക് തരാം, ഓക്കെ? ഭാരതി അപ്പച്ചി അത് പറഞ്ഞപ്പോൾ കരഞ്ഞു കലങ്ങിയ അലീനയുടെ കണ്ണുകളിൽ നിന്ന് വീണ്ടും ഒഴുകാൻ കണ്ണുനീർ ബാക്കിയുണ്ടായിരുന്നില്ല. അവൾ അപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു ധൈര്യം സംഭരിച്ചു. എന്നിട്ട് ഒരു നിമിഷം എന്തോ ഓർത്തു. ശേഷം ഭയമെല്ലാം മാറ്റിവെച്ച് അപ്പച്ചിയുടെ മുഖത്തിന് നേരെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു, ഇതെവിടുത്തെ ഗോകുൽ സാറിന്റെ കുഞ്ഞു തന്നെയാണെന്ന് നിങ്ങൾക്കുള്ളിൽ ഉറപ്പുള്ളതുകൊണ്ടല്ലേ മാഡം നിങ്ങൾ എനിക്ക് പൈസ ഓഫർ ചെയ്യുന്നത്, ഇത് കളയാൻ പറയുന്നത്? ഞാൻ വെറുതെ ഒരു അവകാശവും ഇല്ലാതെ ഇങ്ങോട്ട് കയറി വന്ന ഒരുത്തിയായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനെനിക്ക് പൈസ തരണം? അല്ലെങ്കിൽ എന്തിനാണ് എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ നോക്കുന്നത്? വളരെ പേടിയോടെയാണെങ്കിലും അലീനയുടെ ചോദ്യത്തിൽ സത്യത്തിന്റെ മൂർച്ചയുണ്ടായിരുന്നു. അത് ഭാരതി അപ്പച്ചിയുടെ അഹങ്കാരത്തിനേറ്റ വലിയൊരു ഷോക്കായിരുന്നു. അവരുടെ മുഖം പെട്ടെന്ന് ചുവന്നു തുടുത്തു. എടി! ഭാരതി അപ്പച്ചി ആ മുറിയിൽ നിന്ന് ഉറക്കെ ഒച്ച വെച്ചു. ഈ വീട്ടിൽ ഇങ്ങനെ ഒരു പേരും പറഞ്ഞ് ഇന്ന് വരെ ആരും വന്നിട്ടില്ല. ഞങ്ങൾക്ക് സമൂഹത്തിൽ ഒരു അന്തസ്സുണ്ട്. അത് കേടാകാതിരിക്കാൻ, ഇത് പുറത്തറിഞ്ഞാൽ വരാവുന്ന നാണക്കേട് ഒഴിവാക്കാൻ, ഒരൗദാര്യം പോലെ നിന്നെ അങ്ങ് ഒഴിവാക്കാമെന്ന് വെച്ചു. അതിനാണ് നിനക്ക് സുഖമായി ജീവിക്കാനുള്ള ഒരു തുക തരാമെന്ന് ഞാൻ പറഞ്ഞത്. എന്ത് ഔദാര്യം മാഡം? അലീനയും വിട്ടുകൊടുത്തില്ല. അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ പറഞ്ഞു, നിങ്ങളുടെ ഓഫീസിൽ ജോലിക്ക് വന്നു എന്നൊരു തെറ്റല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും നിങ്ങളുടെ മോൻ ചെയ്ത വലിയൊരു തെറ്റിനിരയായത് ഞാനാണ്. എന്നിട്ട് എനിക്ക് ഔദാര്യം തരികയാണെന്നോ? അവൾ നെഞ്ചു പൊട്ടിക്കൊണ്ട് പറഞ്ഞു. ഒന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. പക്ഷേ എൻ്റെ വയറ്റിലൊരു ജീവൻ വളരുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ മുന്നോട്ട് ജീവിക്കാമല്ലോ എന്ന് കരുതിയാണ്. ആ ജീവൻ കളയണ്ടല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൾ വിറച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ ഭാരതി അപ്പച്ചിക്ക് ദേഷ്യം കൊണ്ട് സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ വരികയായിരുന്നു. നിർത്തടി നിന്റെ ഈ കരച്ചിൽ. എന്ത് വഴിയുണ്ടെങ്കിലെന്നാണ് നീ പറയുന്നത്? അവൻ നിന്നെ താലി കെട്ടി ഈ വീട്ടിലെ തമ്പുരാട്ടിയായി വാഴിക്കുമെന്ന് നീ കരുതിയോ? അവൻ അങ്ങനെ ഒരു തെറ്റ് പറ്റിയെങ്കിൽ പറ്റി. അതിന് നിനക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അത്രയും വലിയ തുക തരാമെന്നാണ് ഞാൻ പറയുന്നത്. വയറ്റിലുള്ളതിനെയും കളഞ്ഞ് മര്യാദയ്ക്ക് ഇവിടുന്ന് പോയേക്കണം. ജീവിതം ഇനിയും നിന്റെ മുന്നിലുണ്ട് പെങ്കൊച്ചേ. അല്ലാതെ ഈ നാശത്തിനെയും ചുമന്ന് വെറുതെ എവിടെയെങ്കിലും കെട്ടിത്തൂങ്ങി ചാവാൻ നിൽക്കണ്ട. ജീവിക്കാനുള്ള പൈസ തരാം. അവരത് ക്രൂരമായി പറയുമ്പോൾ അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നുണ്ടായിരുന്നില്ല.
അവരുടെ മുന്നിൽ തന്റെ മാന്യതയും ജീവനും പണയം വെക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. വേണ്ട മേഡം, എനിക്ക് നിങ്ങളുടെ ഒരു പൈസയും വേണ്ട. ഞാനൊരു വിഡ്ഢി ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ പൊയ്ക്കോളാം, ഞാനിനി വരില്ല, അലീന ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അത്രയും പറഞ്ഞ് അവൾ കട്ടിലിലിരുന്ന തന്റെ ചെറിയ ബാഗ് കയ്യിലെടുത്തു. ആ മുറിയിൽ നിന്നും ആ വീട്ടിൽ നിന്നും എന്നേക്കുമായി ഇറങ്ങിപ്പോകാൻ അവൾ വാതിലിനരികിലേക്ക് നടന്നു. പക്ഷേ അവൾ വാതിൽ തുറക്കാനാഞ്ഞതും ഭാരതി അപ്പച്ചി മുന്നോട്ട് വന്ന് അവളുടെ കൈകളിൽ ശക്തമായി പിടിച്ച് തടഞ്ഞു. അപ്പച്ചിയുടെ നഖങ്ങൾ അവളുടെ ചർമ്മത്തിൽ ആഴ്ന്നിറങ്ങി. എങ്ങോട്ട് പോകാൻ? ഭാരതി അപ്പച്ചിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ക്രൂരതയുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കിയാൽ മാത്രം നീ വീട്ടിൽ നിന്ന് ജീവനോടെ പുറത്തു പോകും, അല്ലെങ്കിൽ അവർ ഭയപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞു നിർത്തി. എന്തായാലും നാളെ രാവിലെ ഡോക്ടർ വരും. ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചേ പറ്റൂ. അത്രയും പറഞ്ഞ് അലീനയെ ശക്തിയായി പിറകിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് ഭാരതി അപ്പച്ചി വേഗം പുറത്തിറങ്ങി വാതിൽ പുറത്തുനിന്ന് പൂട്ടി. മേഡം, വാതിൽ തുറക്കൂ, എനിക്ക് പോകണം മേഡം. അലീന വാതിലിൽ തട്ടിക്കൊണ്ട് കരഞ്ഞു പറഞ്ഞെങ്കിലും അവരത് കേൾക്കാൻ നിന്നില്ല. അവർ നേരെ ഹാളിലേക്ക് എത്തുമ്പോഴാണ് ഗോകുൽ അങ്ങോട്ട് കയറി വരുന്നത്. അവന്റെ മുഖം ആകെ വിളറി വെളുത്തിരുന്നു. അപ്പച്ചിയെ കണ്ടതും അവൻ വേഗത്തിൽ അപ്പച്ചിയുടെ അടുത്തേക്ക് നടന്നു വന്നു. അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. എന്തായി അപ്പച്ചി? അവൾ എന്തു പറഞ്ഞു? സമ്മതിച്ചോ? ഗോകുൽ വല്ലാത്തൊരു വെപ്രാളത്തോടെ ചോദിച്ചു. ഞാൻ പറയാം, നീ ഇങ്ങോട്ട് വാ. ഭാരതി അപ്പച്ചി ഗോകുലിനെ കൂട്ടി തൊട്ടടുത്തുള്ള മറ്റൊരു മുറിയിലേക്ക് പോയി. മുറിയിൽ കയറിയ ശേഷം അപ്പച്ചി അലീനയുമായി സംസാരിച്ച കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറഞ്ഞു. അവൾ പണം വാങ്ങാൻ തയ്യാറല്ലെന്നും കുഞ്ഞിനെ കളയാൻ സമ്മതിക്കുന്നില്ലെന്നും അപ്പച്ചി പറഞ്ഞപ്പോൾ ഗോകുലിനാകെ തല കറങ്ങുന്നത് പോലെ തോന്നി. ഇത് വലിയ നാശമായല്ലോ, ഇനിയിപ്പോ എന്തു ചെയ്യും അപ്പച്ചി? ഗോകുൽ എന്ത് ചെയ്യണമെന്നറിയാതെ തന്റെ തലമുടിയിൽ ഇരു കൈകളും അമർത്തിപ്പിടിച്ച് അവിടെയുള്ള സോഫയിലേക്ക് ഇരുന്നു. അച്ഛൻ ഇതറിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. എന്നെ പിന്നെ വെച്ചേക്കില്ല. അവളെ ചിലപ്പോൾ ഏറ്റെടുത്ത് പ്രസവിപ്പിക്കുകയും ചെയ്യും. എന്റെ ബിസിനസ്സും എന്റെ ലൈഫും എല്ലാം ഇതോടെ തീരും. അപ്പച്ചി തന്നെ എന്തെങ്കിലും ഒരു വഴി കാണ് പ്ലീസ്. ഗോകുൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ പറഞ്ഞു. നീ വിഷമിക്കാതെ ഗോകുൽ, ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം. തലയ്ക്ക് കൈവച്ചിരുന്ന ഗോകുലിന്റെ തോളിൽ തൊട്ടുകൊണ്ട് ഭാരതി അപ്പച്ചി പതുക്കെ പറഞ്ഞു. അവരുടെ സ്വരത്തിൽ ഒരു കടുത്ത തീരുമാനത്തിന്റെ ഭാവമുണ്ടായിരുന്നു. അതൊരൽപ്പം കടന്നുപോയാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പച്ചി അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. നിന്റെ തലയിൽ അവൾ ഒരു ബാധ്യതയായി വരില്ല, ഇത് അപ്പച്ചിയുടെ വാക്കാണ്. അപ്പച്ചി അത് പറഞ്ഞപ്പോൾ ഗോകുൽ ഞെട്ടിപ്പോയി. അവൻ വല്ലാത്തൊരമ്പരപ്പോടെ അപ്പച്ചിയെ തന്നെ നോക്കി. അപ്പച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ വിറയ്ക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. ഭാരതി അപ്പച്ചിയുടെ മുഖത്തപ്പോൾ ഒരു നിഗൂഢമായ ചിരി വിരിഞ്ഞു. ഒന്നുമില്ലടാ, നീ പേടിക്കണ്ട. കുറച്ചുകൂടി ഭീഷണിപ്പെടുത്തി നോക്കാം. അവൾ അനുസരിക്കുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ. എന്നിട്ടും സമ്മതിച്ചില്ലെങ്കിലല്ലേ ബാക്കി കാര്യങ്ങൾ. എന്തായാലും അവൾ നിന്റെ തലയിലാവില്ല, നീ അതോർത്ത് വിഷമിക്കണ്ട. അപ്പച്ചി അത് പറഞ്ഞപ്പോൾ ഗോകുലിനൊന്നും തിരിച്ചു പറയാൻ തോന്നിയില്ല. അവനൊന്നും മിണ്ടാതെ അപ്പച്ചിയെ തന്നെ നോക്കി നിന്നു എന്നല്ലാതെ എന്താണ് പറയേണ്ടതെന്നോ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നോ അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. അവന്റെ ബുദ്ധിയും ചിന്തകളുമെല്ലാം ആകെ മരവിച്ചു പോയ അവസ്ഥയിലായിരുന്നു. അന്ന് രാത്രി ആ വലിയ ആഡംബര വീട്ടിൽ രാത്രിയുടെ നിശബ്ദത പടർന്നു. തന്റെ വലിയ എയർ കണ്ടീഷൻ ചെയ്ത ബെഡ്റൂമിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഗോകുലിന്റെ മനസ്സ് നിറയെ എന്തൊക്കെയോ ചിന്തകൾ വന്ന് നിറയുകയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അവന് കണ്ണുകൾ അടയ്ക്കാൻ കഴിഞ്ഞില്ല. ബെഡിൽ കിടന്ന് അവൻ രണ്ട് വശങ്ങളിലേക്കും തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവന്റെ മനസ്സപ്പോൾ കുറച്ചു ദിവസങ്ങൾ പുറകിലേക്ക് സഞ്ചരിച്ചു. എന്താണെന്ന് ഫാക്ടറിയിൽ സംഭവിച്ചത്? എന്തിനായിരുന്നു താൻ അവളോട് അങ്ങനെയൊക്കെ ചെയ്തത്? അവൻ ആ ഓർമ്മകളിലേക്ക് പതുക്കെ പോയി. താൻ ജീവന് തുല്യം പ്രണയിച്ചിരുന്ന പെണ്ണായിരുന്നു മാനസി. എന്നാൽ താൻ അറിയാതെ അവൾക്ക് മറ്റൊരു ചെറുപ്പക്കാരനുമായി അടുത്ത ബന്ധമുണ്ടെന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ആ കടുത്ത ദേഷ്യവും ചതിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ വാശിയും ഇപ്പോഴും തന്റെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറയുന്നുണ്ട്. അവളോടുള്ള ആ വാശി കാരണം കാണുന്ന പെണ്ണുങ്ങളോടൊക്കെയും എന്തോ ഒരു തരം വെറുപ്പും വിദ്വേഷവുമാണ് തന്റെ മനസ്സിൽ രൂപപ്പെട്ടത്. ആ കടുത്ത ബ്രേക്കപ്പിന്റെ വിഷമത്തിലും കലിപ്പിലും ഇരിക്കുമ്പോഴാണ് അന്ന് വൈകിട്ട് താൻ ടൈൽസ് ഫാക്ടറിയിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അവിടെ ചെന്നത്. അവിടെ ഇരുന്ന് വിഷമം മാറ്റാൻ നന്നായി മദ്യപിച്ചു. പൂർണ്ണമായും ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു താൻ. ഇന്നിവിടെ കയറി വന്ന അലീന അവിടെ ഉണ്ടായിരുന്നു. GSTക്ക് വേണ്ടി അടിയന്തിരമായി കണക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് പുതുതായി ജോലിക്ക് കയറിയ അവൾ അവിടെ ഓവർ ടൈം ഇരുന്ന് കണക്കുകൾ ക്ലിയറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. താൻ അവളെ അവിടെ വെച്ച് കണ്ടതും ഏതോ ഒരു സമയത്ത് ഉള്ളിലെ മദ്യത്തിന്റെ എഫക്റ്റും മാനസിയോടുള്ള വാശിയും ദേഷ്യവും എല്ലാം കൂടെ തലയ്ക്ക് പിടിച്ചപ്പോൾ
ആരുമില്ലാത്ത ഓഫീസ് മുറിയിലേക്ക് താൻ അവളെ നിർബന്ധിച്ചു വിളിച്ചതും പിന്നെ എന്തൊക്കെയോ സംഭവിച്ചതും അവനൊരു മിന്നായം പോലെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അവളിപ്പോൾ ആ കാര്യത്തിന്റെ അവകാശവും പറഞ്ഞ് തന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ അവളുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ അവളുടെ അവസ്ഥ നിസ്സഹായമാണ്. താൻ കാരണമുണ്ടായിപ്പോയ ഒരു ദുർവിധി, അതിനെ അവൾ എവിടെ കൊണ്ടുപോയി കളയും? എങ്ങനെ മുന്നോട്ട് ജീവിക്കും? താൻ കാരണം ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന വേദനയെ ഓർത്തപ്പോൾ അവന്റെ ഉള്ളിൽ ചെറിയൊരു അസ്വസ്ഥത പടർന്നു. പെട്ടെന്നാണ് അപ്പച്ചി വൈകിട്ട് പറഞ്ഞ ആ വാക്ക് അവന്റെ മനസ്സിലേക്ക് വീണ്ടും ഓടിയെത്തിയത്. അവള് സമ്മതിച്ചില്ലെങ്കിൽ ഇനി അല്പം കടന്നുപോയാലും നിനക്ക് കുഴപ്പമില്ലല്ലോ എന്ന്. ഒരു നിമിഷം അവൻ ബെഡിൽ കിടന്നിടത്ത് നിന്ന് പെട്ടെന്ന് സ്റ്റക്കായി. എന്തോ ഒന്ന് ആലോചിച്ച് അവൻ ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ചു. എന്തായിരിക്കും അപ്പച്ചി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അവൾ ഇവിടുന്ന് ഒഴിവായി പോയില്ലെങ്കിൽ ചിലപ്പോൾ അവളെ എന്തെങ്കിലും... പെട്ടെന്ന് ഗോകുലിന്റെ മനസ്സിൽ എന്തോ ഒരു വലിയ ഇടി വെട്ടുന്നത് പോലെ തോന്നി. അവന്റെ നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. അമ്മയില്ലാത്ത എന്നെ നോക്കാൻ അച്ഛന്റെ വലിയ ബിസിനസ് തിരക്കുകൾക്കിടയിൽ അച്ഛന് കഴിയാതിരുന്നപ്പോൾ എല്ലാ സ്നേഹവും തന്ന് ചോദിക്കുന്നതെന്തും വാങ്ങിത്തന്ന് വളർത്തിയത് ഭാരതി അപ്പച്ചിയാണ്. ഇന്നുവരെ തന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും സ്വഭാവ ദൂഷ്യങ്ങൾക്കും താൻ ചെയ്യുന്ന തെറ്റുകൾക്കുമെല്ലാം അപ്പച്ചി കൂടെ നിന്നിട്ടേയുള്ളൂ. ഒന്നിനും അപ്പച്ചി തന്നെ തടഞ്ഞിട്ടില്ല, മറിച്ച് എപ്പോഴും സംരക്ഷിച്ചിട്ടേയുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പച്ചി തനിക്ക് വേണ്ടി അവളോട് എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ? അവൻ എന്തൊക്കെയോ ആലോചിച്ചു. അങ്ങനെയെങ്കിൽ അത് വലിയൊരു തെറ്റല്ലേ? താനാണ് ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചത്. ചെറിയ തുക മാസശമ്പളത്തിന് തന്റെ സ്ഥാപനത്തിൽ ജോലിക്ക് വന്ന ഒരു സാധാരണ പെൺകുട്ടി. അവൾ എന്ത് പിഴച്ചു? താൻ കൊടുക്കുന്ന ശമ്പളത്തിന് അവിടെ ഇരുന്ന് വിശ്വസ്തയോടെ ഓവർ ടൈം ജോലി ചെയ്തു എന്നൊരു തെറ്റ് മാത്രമാണ് അവൾ ചെയ്തത്. എന്നിട്ട് താൻ മദ്യപിച്ച് ബോധമില്ലാതെ തന്റെ മാനസികമായ കലിപ്പ് തീർക്കാൻ വേണ്ടിയാണ് അവളുടെ ജീവിതം തകർത്തത്. ഇപ്പോൾ അവൾ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും അവകാശവും തനിക്ക് തന്നെയാണ്. എന്നിട്ട് അതിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടി അവളെയോ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെയോ ഇല്ലാതാക്കുക, കൊന്നുകളയുക എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ഗോകുലിന് ഉള്ളിലെന്തോ വലിയൊരു കുറ്റബോധം തോന്നി. അവളുമായിട്ടൊന്ന് ചെന്ന് നേരിട്ട് സംസാരിച്ചാലോ? അവന്റെ ഉള്ളിലെ മനുഷ്യത്വം പതുക്കെ ഉണരുകയായിരുന്നു. തനിക്ക് ഇതിൽ നിന്ന് അങ്ങനെ എളുപ്പത്തിൽ ഊരിപ്പോകാൻ പറ്റില്ലല്ലോ. ഈ അവസ്ഥയ്ക്ക് മുഴുവൻ കാരണക്കാരൻ താനായതുകൊണ്ട് തന്നെ ഇത് തീർപ്പാക്കേണ്ട ആവശ്യം തനിക്ക് തന്നെയുണ്ട്. അലീന ഗർഭിണിയാണെന്ന് അറിഞ്ഞെങ്കിലും അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കുറിച്ചോർത്ത് അവന് വലിയ ടെൻഷനൊന്നും തോന്നിയില്ല. ആ ചിന്തയൊന്നും അപ്പോൾ അവന് വന്നില്ല. അല്ലെങ്കിലും അങ്ങനെ ഒരു ബന്ധത്തിൽ ഉണ്ടാകാൻ പോകുന്ന കുട്ടിയെക്കുറിച്ചോർത്ത് എന്ത് ചിന്ത വരാനാണ്? അഭിമാനം സംരക്ഷിക്കാൻ അത് ഒഴിവാക്കുക എന്നത് തന്നെയായിരുന്നു അവന്റെ ഉള്ളിലുള്ള ചിന്ത. എങ്കിലും അപ്പച്ചി അവളോട് എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നൊരു കടുത്ത ഭയമാണ് അവൻ അപ്പോൾ തോന്നിയത്. എന്തായാലും അവളെ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കാം. എന്താണ് അവളുടെ തീരുമാനമെന്ന് ചോദിച്ചറിയാം. ചിലപ്പോൾ ഞാൻ സംസാരിച്ചാൽ അവൾ എന്തെങ്കിലും പറഞ്ഞാലോ? അവൾക്കും തനിക്കും ഒരു ഉപദ്രവവും ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലും വഴിയുണ്ടാക്കാൻ കഴിഞ്ഞാലോ? സംസാരിച്ചു നോക്കാം, എന്നിട്ട് ബാക്കി നോക്കാം. അവൻ മെല്ലെ കട്ടിലിൽ നിന്ന് എണീറ്റു. അപ്പോഴാണ് കട്ടിലിനരികിലിരുന്ന അവന്റെ മൊബൈൽ ഫോൺ പെട്ടെന്ന് ബെല്ലടിക്കാൻ തുടങ്ങിയത്. മുറിയിലെ നിശബ്ദതയിൽ ആ ശബ്ദം കേട്ടതും അവൻ ഒന്ന് ഞെട്ടി. ഫോൺ എടുത്തു നോക്കിയപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞ ആ പേര് കണ്ടതും അവന്റെ ഉള്ളൊന്ന് കാളി. അത് അച്ഛന്റെ കോളായിരുന്നു. അച്ഛനും അവനും തമ്മിൽ ഫോണിലൂടെയുള്ള ചെറിയ സംസാരങ്ങളും വല്ലപ്പോഴും കാണുമ്പോഴുള്ള ചില അടുപ്പവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പല ബിസിനസ്സുകളും അതിന്റെ തിരക്കുകളും കാര്യങ്ങളുമൊക്കെയായി അച്ഛൻ എപ്പോഴും വീടിന് പുറത്താണ്, പലപ്പോഴും വിദേശങ്ങളിലാണ്. അച്ഛൻ ധാരാളം സമ്പാദിച്ചു കൂട്ടിയതുകൊണ്ട് തന്നെ പണത്തിന്റെയോ ആഡംബരത്തിന്റെയോ ഒന്നിന്റെയും ഒരു കുറവും അവന്റെ ജീവിതത്തിൽ ഗോകുൽ അറിഞ്ഞിട്ടില്ല. അമ്മയില്ലെന്നൊരു കുറവ് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. അച്ഛനോട് അവന് വലിയ ബഹുമാനമൊക്കെയാണ്. പക്ഷേ താൻ ചെയ്ത ഈ തെറ്റെങ്ങാനും അച്ഛൻ അറിഞ്ഞാൽ തന്റെ ജീവിതം അവിടെ തീർന്നു. കാശും പത്രാസും ഒക്കെ ഉണ്ടെങ്കിലും തെറ്റിനോ കൊള്ളരുതായ്മയ്ക്കോ കൂട്ടു നിൽക്കുന്ന ആളല്ല അച്ഛൻ. അത് സ്വന്തം മോനാണെങ്കിലും അതെ. ഒന്നും മറച്ചു വെക്കാനോ തെറ്റിന്റെ മുകളിൽ മണ്ണിട്ട് മൂടാനോ അച്ഛൻ സമ്മതിക്കില്ല. പണ്ട് കുഞ്ഞുനാള് മുതലേ ഗോകുലിന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കുസൃതികൾക്കും അപ്പച്ചി കൂട്ടു നിൽക്കുമ്പോൾ ഭാരതിയാണ് അവനെ ഇങ്ങനെ വഷളാക്കുന്നതെന്ന് പറഞ്ഞ് ഗോകുലിനെ ഭാരതി അപ്പച്ചിയുടെ അടുത്ത് നിന്ന് മാറ്റി തന്റെ കൂടെ കൊണ്ടുപോകാൻ വർമ്മസാർ ഒരുപാട് തവണ നോക്കിയതാണ്. പക്ഷേ ഭാരതി അപ്പച്ചി അവനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഗോകുലിനും അതെ അപ്പച്ചിയെ വിട്ടുപോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ അമ്മയില്ലാത്ത തന്റെ കുഞ്ഞിനെ നോക്കാൻ സ്വന്തം സഹോദരിയെങ്കിലും ഉണ്ടല്ലോ എന്ന് കരുതി വർമ്മസാർ തന്നെ അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോ തനിക്ക് പറ്റിയ തെറ്റ് അച്ഛൻ അറിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ആലോചിക്കുമ്പോൾ ഗോകുലിന് ആകെ പേടിയുണ്ടായിരുന്നു. അവൻ വിറയ്ക്കുന്ന വിരലുകളോടെ ഫോൺ കാതിലേക്ക് ചേർത്തു.
ഹലോ അച്ഛാ. ഗോകുലിന്റെ ശബ്ദം നേർത്തു പോയിരുന്നു. ആ മോനെ, നീ ഉറങ്ങിയായിരുന്നോടാ? മറുപുറത്തു നിന്ന് അച്ഛന്റെ ആ ഗാംഭീര്യമുള്ള എന്നാൽ വാത്സല്യം നിറഞ്ഞ ശബ്ദം അവൻ കേട്ടു. ഇല്ലച്ഛാ, കിടന്നതേ ഉള്ളൂ, ഉറങ്ങിയിട്ടില്ല. അവൻ ഉള്ളിലെ വെപ്രാളം പരമാവധി ഒളിച്ചു പിടിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു. ഡാ മോനെ, ഞാൻ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ട്. കറക്റ്റ് ഡേറ്റ് ഇനിയും ഉറപ്പിച്ചിട്ടില്ല. എങ്കിലും എന്തായാലും ഒരു 3 ദിവസത്തിനകം ഞാൻ അവിടെ എത്തും. ഞാനിപ്പോ ബാംഗ്ലൂരാണുള്ളത്. നാളെ നമുക്ക് പുതിയ സ്റ്റോക്കിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഒപ്പം ചെറിയൊരു കോൺഫറൻസ് കൂടെയുണ്ട്. അതുകൂടെ കഴിഞ്ഞാ ഞാൻ അങ്ങോട്ട് തിരിക്കും. കുറച്ചധികം നാളായില്ലേടാ നിന്നെ ഒന്ന് നേരിട്ട് കണ്ടിട്ട്. അത് കേട്ടതും ഗോകുൽ ഞെട്ടിപ്പോയി. അലീന അവിടെയുള്ളപ്പോൾ അച്ഛൻ വന്നാൽ അവൻ ആലോചിക്കാൻ പോലും കഴിഞ്ഞില്ല. വർമ്മ സാർ അപ്പോൾ വീണ്ടും പറഞ്ഞു. ആ പിന്നെ ഭാരതിയോട് പറഞ്ഞേക്ക് ഞാൻ വരുന്നുണ്ടെന്ന്. ഞാൻ വിളിച്ചാൽ അവൾ അധികം ഫോൺ എടുക്കില്ലല്ലോ. അവൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ തിരക്കുകളല്ലേ. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? നിനക്ക് സുഖം തന്നെയല്ലേ? നീ എന്താ മോനെ എന്നെ അധികം വിളിക്കുകയൊന്നും ചെയ്യാത്തത്? അച്ഛന്റെ ആ ചോദ്യത്തിനു മുന്നിൽ ഗോകുലിന് എന്ത് പറയണമെന്നറിയുന്നുണ്ടായിരുന്നില്ല. അത് എനിക്ക് സുഖമാണച്ഛാ. ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഉള്ളിൽ പേടി നിറയുമ്പോഴും അവൻ വിക്കി വിറച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് മറുപുറത്ത് ചെറിയൊരു നിശബ്ദത പടർന്നു. ഒരു വലിയ നെടുവീർപ്പോടെ വർമ്മസാർ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. പൊതുവെ ബിസിനസ് കാര്യങ്ങൾ മാത്രം കൂടുതൽ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം അപ്പോൾ വല്ലാതെ മാറിയിരുന്നു. അതിലൊരു തരം ആകുലതയും വിഷമവും കലർന്നിരുന്നു. എന്താണെന്നറിയില്ലടാ, കഴിഞ്ഞ 2-3 ദിവസമായി നിന്നെ വല്ലാതെ സ്വപ്നത്തിൽ കാണുന്നു. നീ കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ മുറ്റത്തു കൂടി ഓടിക്കളിക്കുന്നതും അന്ന് അമ്മയും ഞാനും കൂടെ നിന്നെ കൈകളിലെടുത്ത് കൊഞ്ചിക്കുന്നതുമൊക്കെ വല്ലാതെ ഇങ്ങനെ കാണുന്നു. ആലോചിച്ചു നോക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിന്റെ കൂടെ ഒരുപാട് സമയം നിൽക്കാനോ നിന്നെ വേണ്ടത്ര സ്നേഹിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ലടാ മോനെ. അത്രയ്ക്ക് ബിസിനസ്സുകൾ ഉണ്ടായിപ്പോയില്ലേ നോക്കി നടത്താൻ. ഇന്നീ കാണുന്ന നമ്മുടെ സാമ്രാജ്യം മുഴുവൻ കെട്ടിപ്പടുക്കണമെങ്കിൽ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. നിന്റെ ഒപ്പം ഇരിക്കണമെന്നും നിനക്ക് വേണ്ടി മാത്രം സമയം മാറ്റിവെക്കണമെന്നുമൊക്കെ അച്ഛൻ ഒരുപാട് കരുതിയതാണ്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ അച്ഛൻ അതിന് പറ്റിയില്ലടാ. ഗോകുൽ കട്ടിലിന്റെ ഒരു വശത്തിരുന്ന് അച്ഛന്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. അച്ഛൻ ഒരു നെടുവീർപ്പോടെ വീണ്ടും പറഞ്ഞു. നിന്റെ അമ്മ പോയതിനു ശേഷം ഭാരതിയാണ് നിന്നെ നോക്കി വളർത്തിയത്. അതുകൊണ്ട് നിനക്ക് അവളോട് കൂടുതൽ സ്നേഹം കാണും, എനിക്കറിയാം. പക്ഷേ അതിന്റെ പേരിൽ അച്ഛനെ നീ വെറുക്കരുത് മോനെ. നിനക്ക് ജീവിതത്തിൽ ഒരു കുറവും വരരുതെന്ന് മാത്രമാണ് അച്ഛൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. നിനക്കും നിന്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും അങ്ങനെ എത്ര തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് വേണമെങ്കിലും അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് മുണ്ട് മുറുക്കി ഉടുത്തും പാടത്തും പറമ്പിലും പണിയെടുത്തും പട്ടിണി കിടന്നും ജീവിച്ച ഒരച്ഛന്റെ മോനാണ് നീ. എന്റെ ആ പഴയ അവസ്ഥ നിനക്കൊരിക്കലും വരരുത്. നിന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും നീ അറിയരുത് എന്ന് കരുതി മാത്രമാണ് അച്ഛൻ ഇങ്ങനെ ഓടി നടന്ന് സമ്പാദിച്ചത്. എങ്കിലും ഇപ്പോ തനിച്ചിരിക്കുമ്പോ ഉള്ളിൽ പലതും നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു മോനെ. പണം ഒത്തിരി ഉണ്ടായിട്ടും നിന്റെ കൂടെ ചെലവഴിക്കാൻ പറ്റാത്ത ആ നല്ല കാലങ്ങൾ ഓർക്കുമ്പോൾ അച്ഛന് സങ്കടമുണ്ട് മോനെ. എല്ലാം അച്ഛന് നഷ്ടപ്പെട്ടു പോയതുപോലെ. അദ്ദേഹം പതുക്കെ നിർത്തി. അപ്പുറത്ത് അച്ഛന്റെ ശ്വാസം എടുക്കുന്ന ശബ്ദം ഗോകുൽ കേട്ടു. അവന്റെ കണ്ണുകളെന്തോ പെട്ടെന്നറിയാതെ നിറഞ്ഞു വരുന്ന പോലെ അവന് തോന്നി. അച്ഛൻ അങ്ങോട്ട് വരാൻ കേട്ടോ. അച്ഛന് നിന്റെ ജീവനാണട മോനെ. അച്ഛന്റെ പ്രാണനാണ് നീ. അച്ഛനോടൊന്നും തോന്നരുത് കേട്ടോ. എന്തോ 2 ദിവസമായി നിന്നോട് ഇതൊക്കെ പറയണമെന്ന് തോന്നുന്നു. അദ്ദേഹം വല്ലാത്തൊരു വൈകാരികതയോടെ ഉള്ളു തുറന്ന് അത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഗോകുൽ എന്ത് പറയണമെന്നറിയാതെ പൂർണ്ണമായും തളർന്നിരുന്നു പോയി. പൊതുവെ അച്ഛൻ തന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കാറുള്ളതല്ല. ഗോകുലിനോട് ഉള്ളിന്റെ ഉള്ളിൽ വലിയ സ്നേഹമാണെങ്കിലും ബിസിനസ് താല്പര്യങ്ങൾക്കിടയിൽ അച്ഛനെ അവൻ അധികം അടുത്ത് കിട്ടാറില്ലായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു രാത്രിയിൽ ഫോൺ വിളിച്ച് അച്ഛൻ തികച്ചും പതിവില്ലാത്ത രീതിയിൽ ഉള്ളിലെ സ്നേഹവും വിഷമവും തുറന്നു പറഞ്ഞപ്പോൾ ഗോകുലിന്റെ മനസ്സിൽ വല്ലാത്തൊരു സഹതാപവും ഒപ്പം എന്തൊക്കെയോ കുറ്റബോധവും തോന്നി. തന്റെ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് തനിക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിയത്. ആ അച്ഛന്റെ പ്രാണനാണ് താൻ. എന്നിട്ട് താൻ എന്താണ് ചെയ്തത്? ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തി. അതിന്റെ ജീവിതം തകർത്തു. അവളിപ്പോൾ ഗർഭിണിയായി താഴത്തെ മുറിയിലുണ്ട്. അച്ഛൻ തനിക്കുണ്ടാകാൻ പോകുന്ന മക്കളെ, അച്ഛന്റെ പേരക്കുട്ടികളെയൊക്കെ കുറിച്ച് എത്ര വലിയ സ്വപ്നങ്ങളാണ് കാണുന്നത്. എന്നാ താനോ ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന തന്റെ കുഞ്ഞിനെ കൊന്നുകളയാൻ അപ്പച്ചിക്ക് കൂട്ടു നിൽക്കുകയാണോ? അതുവരെ ഉണ്ടായിരുന്ന ഗോകുലായിരുന്നില്ല അവൻ അപ്പോൾ. എവിടെയോ അവൻ മാറി തുടങ്ങുന്നതായി അവൻ തന്നെ തിരിച്ചറിയുകയായിരുന്നു.
അച്ഛനോട് എന്തു പറയണമെന്നോ മുന്നോട്ട് എന്തു ചെയ്യണമെന്നോ ഒന്നും അറിയാത്തൊരു നിസ്സഹായാവസ്ഥയിൽ മുങ്ങിപ്പോവുകയായിരുന്നു അവൻ അപ്പോൾ. ഫോൺ കട്ടായി കഴിഞ്ഞ് കുറച്ചു നേരം ഗോകുൽ കട്ടിലിൽ അങ്ങനെ തന്നെ ഇരുന്നു പോയി. അപ്പോൾ അവന്റെ മനസ്സിൽ ആ വലിയ തിരിച്ചറിവുണ്ടായി കഴിഞ്ഞിരുന്നു. തനിക്ക് വലിയൊരു തെറ്റ് പറ്റിപ്പോയെന്ന് അവൻ കൃത്യമായി മനസ്സിലാക്കിയ നിമിഷം ഒരു പെൺകുട്ടിയോട്, അതും നിസാര ശമ്പളത്തിനു വേണ്ടി തങ്ങളുടെ തണല് തേടിയ ഒരു പാവപ്പെട്ട പെൺകുട്ടിയോട് അങ്ങനെ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റാണെന്ന് അവന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവം പോലും പൊറുക്കാത്ത അത്രയും വലിയ തെറ്റ്. മാനസിയെ പോലൊരു ചീത്ത പെണ്ണ് ചെയ്ത ചതിയുടെ പേരിൽ എല്ലാ പെണ്ണുങ്ങളോടും വെറുപ്പും വെച്ച് ഒടുവിൽ മദ്യത്തിന്റെ ലഹരിയിൽ താൻ നശിപ്പിച്ചതൊരു പാവത്തിന്റെ ജീവിതമാണ്. അച്ഛൻ 2 ദിവസത്തിനകം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആദ്യം വലിയൊരു പേടിയാണ് ഗോകുലിന് തോന്നിയതെങ്കിലും പിന്നീട് അച്ഛന്റെ സ്നേഹത്തോടെയുള്ള സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ മനസ്സിലെന്തോ അച്ഛനോടൊന്നും ഒളിക്കരുതെന്ന് തോന്നി. എല്ലാം തുറന്നു പറയണമെന്നൊരു തോന്നൽ. തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചാൽ അച്ഛൻ തന്നെ തള്ളിക്കളയില്ല. പക്ഷേ അതിനു മുൻപ് തനിക്ക് ആദ്യം അവളെ കാണണം, അലീനയെ കാണണം. ഗോകുൽ ഓർത്തു. ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഉത്തരവാദിയായ താൻ അവളെ ചേർത്ത് പിടിക്കുമെന്നോ സ്വീകരിക്കുമെന്നോ ഉള്ള പ്രതീക്ഷയിലായിരിക്കില്ലേ അവൾ ഈ വലിയ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടാവുക. അതല്ല, ആ കുഞ്ഞിനെ കളയാനായിരുന്നെങ്കിൽ അവൾക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പുറത്തു വെച്ച് തന്നെ അതിനുള്ള വഴികൾ നോക്കാമായിരുന്നല്ലോ. അപ്പച്ചി ചോദിച്ചപ്പോൾ അവൾ സമ്മതിക്കാതിരുന്നത് ആ കുഞ്ഞിനെ കളയാൻ വയ്യാത്തതുകൊണ്ടാവില്ലേ? അവളെ കാണാനായി അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. മുറിയിൽ നിന്ന് പതുക്കെ പുറത്തിറങ്ങി. വലിയ സ്റ്റെയർകേസിന്റെ പടികൾ പതുക്കെ ഇറങ്ങി അവൻ താഴേക്കെത്തുമ്പോൾ ആ വലിയ വീടാകെ ഒരു നിശബ്ദതയിലായിരുന്നു. എങ്ങും ഭയപ്പെടുത്തുന്ന രാത്രിയുടെ നിശബ്ദത. അവളുടെ റൂമിനരികിലേക്ക് നടക്കുമ്പോഴും ഗോകുലിന്റെ ഉള്ളിലെന്തോ ഒരു വലിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. എന്താണ് അവളോട് ആദ്യം പറയേണ്ടതെന്ന് അവൻ ഒരു നിശ്ചയവുമില്ലായിരുന്നു. അന്ന് രാത്രി ഫാക്ടറിയിൽ വെച്ച് സംഭവിച്ച ഓരോ കാര്യങ്ങളും അവന്റെ മനസ്സിലൂടെ വല്ലാതെ ഓടി മറയുന്നുണ്ടായിരുന്നു. അവളുടെ കരച്ചിലും ദയനീയമായ മുഖവും ഓർമ്മ വന്നപ്പോൾ അവൻ അവന്റെ കാലുകൾ മുന്നോട്ട് വെക്കാൻ വല്ലാതെ മടിച്ചു. എങ്കിലും മനസ്സ് കടുപ്പിച്ചുകൊണ്ട് അവൻ അലീനയെ പൂട്ടിയിട്ടിരിക്കുന്ന വിസിറ്റേഴ്സ് മുറി ലക്ഷ്യമാക്കി നടന്നു. എന്നാൽ പെട്ടെന്നാണ് തന്റെ വീടിന്റെ ഉമ്മറത്ത് ഒരു കാറിന്റെ ലൈറ്റ് തെളിഞ്ഞു മറയുന്നത് അവൻ കണ്ടത്. പെട്ടെന്ന് ജനലിന്റെ കർട്ടനിടയിലൂടെ ഹാളിലേക്ക് എത്തുന്ന ആ വലിയ വെളിച്ചം കണ്ടതും ഗോകുൽ ഒന്ന് ഞെട്ടിക്കൊണ്ട് അങ്ങോട്ട് നോക്കി. ഈ അർദ്ധരാത്രിയിൽ ആരാണിപ്പോൾ ഇങ്ങോട്ട് വരാനുള്ളത്? സാധാരണ റോഡിലൂടെ പോകുന്ന വണ്ടികളാണെങ്കിൽ ഇത്രത്തോളം വെളിച്ചം തങ്ങളുടെ മുറ്റത്തേക്കോ വീടിനുള്ളിലേക്കോ അടിക്കാറില്ലെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വെളിച്ചം കണ്ട വണ്ടി തങ്ങളുടെ മുറ്റത്ത് തന്നെയാണ് വന്നു നിന്നിരിക്കുന്നത് എന്ന് അവന് മനസ്സിലായി. അവൻ മെല്ലെ മുൻപിലെ വാതിലിനടുത്തേക്ക് ചെന്നു. ലോക്ക് തുറന്നു നോക്കാനാണ് അവൻ ആദ്യം തോന്നിയത്. എങ്കിലും വാതിലിന്റെ അടുത്ത് വരെ എത്തിയ അവൻ എന്തുകൊണ്ടോ ആ കുറ്റി തുറക്കാൻ തോന്നിയില്ല. ഉള്ളിൽ എന്തോ ഒരു സംശയം തോന്നിയതുപോലെ പെട്ടെന്ന് അവൻ ജനലിന്റെ കർട്ടൻ അരികിലേക്ക് നീങ്ങിച്ചെന്ന് കർട്ടൻ അല്പം മാറ്റി പുറത്തേക്ക് നോക്കി. പെട്ടെന്ന് കാറിന്റെ വലിയ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം അവന്റെ കണ്ണുകളിലേക്ക് നേരിട്ടടിച്ചുവെങ്കിലും കണ്ണ് ചിമ്മി അവൻ വീണ്ടും സൂക്ഷിച്ചു നോക്കി. മുറ്റത്തൊരു വണ്ടി വന്ന് കിടപ്പുണ്ട്. ഒരു നിമിഷം അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടത് മുറ്റത്ത് നിൽക്കുന്ന ഭാരതി അപ്പച്ചിയെയാണ്. അപ്പച്ചിയെ കണ്ടപ്പോൾ അവൻ അത്ര അത്ഭുതം തോന്നിയില്ല. എന്നാൽ അപ്പച്ചിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. വല്ലാത്തൊരു ഞെട്ടൽ. അത് അപ്പച്ചിയുടെ മുൻ ഭർത്താവ് സോമശേഖരനായിരുന്നു. ഗോകുൽ ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ചു. ഇയാളെന്താ ഈ രാത്രിയിൽ ഇവിടെ? അപ്പച്ചിയുമായി എന്നോ ബന്ധം പിരിഞ്ഞതല്ലേ ഇയാൾ? അതും കഴിഞ്ഞ വർഷങ്ങളായി. പരസ്പരം യാതൊരു ബന്ധവുമില്ലെന്നും അപ്പച്ചി ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഇയാളെയാണെന്നും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അങ്ങനെ പറയുന്ന ഇയാൾ ഈ അർദ്ധരാത്രിയിൽ തങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നത് എന്തിനാണ്? അവൻ അങ്ങോട്ടേക്കൊന്ന് നന്നായി നോക്കി. പെട്ടെന്ന് അവൻ കണ്ടത് അപ്പച്ചി തന്റെ കയ്യിൽ ഒളിപ്പിച്ചു പിടിച്ചിരുന്ന ഒരു വലിയ കെട്ടെടുത്ത് അയാൾക്ക് കൊടുക്കുന്നതാണ്. ഗോകുൽ അപ്പോൾ ജനാലയോട് കുറച്ചുകൂടി ചേർന്ന് നിന്ന് സൂക്ഷിച്ചു നോക്കി. അതെന്താണെന്ന് കൃത്യമായി മനസ്സിലായില്ലെങ്കിലും വലിയൊരു പൊതിയായിരുന്നു അത്. നോട്ടുകെട്ടുകൾ പോലെ അവന് തോന്നി. ഭാരതി അപ്പച്ചി അപ്പോൾ അയാളോട് ശബ്ദം താഴ്ത്തി എന്തോ പറഞ്ഞു. അത് കേട്ട് അയാൾ ശരിയെന്ന് തലയാട്ടുകയും ശേഷം അപ്പച്ചിയെ വലിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിക്കുകയും ചെയ്തു. അത് കണ്ട് ഗോകുലിന്റെ കണ്ണുകൾ തള്ളി വന്നു. അതിനുശേഷം അയാൾ വേഗം കാറിൽ കയറി അവിടെ നിന്ന് വണ്ടി ഓടിച്ചു പോകുന്നതും അവൻ കണ്ടു. ഒരു നിമിഷം അതൊക്കെ നേരിട്ട് കണ്ടപ്പോൾ ഗോകുൽ പൂർണ്ണമായും ഞെട്ടിത്തരിച്ചു പോവുകയായിരുന്നു. കാരണം ഒരു വിവാഹബന്ധം പോലും വേണ്ടെന്ന് വെച്ച് എല്ലാ സന്തോഷങ്ങളും ഉപേക്ഷിച്ച് അപ്പച്ചി ജീവിച്ചത് അമ്മയില്ലാത്ത തന്നെ നോക്കാൻ വേണ്ടിയായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം വരെ
അപ്പച്ചി തന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇടയ്ക്ക് എപ്പോഴേലും ആദ്യ ഭർത്താവായ ഈ സോമശേഖരന്റെ കാര്യം താൻ ചോദിക്കുമ്പോൾ അയാളെക്കുറിച്ച് പറയുന്നത് പോലും എനിക്ക് വെറുപ്പാണെന്ന് പറഞ്ഞ് മുഖം തിരിക്കുന്ന അപ്പച്ചി തന്നെയാണോ ഇപ്പോൾ ഈ രാത്രിയിൽ അയാളെ വിളിച്ചു വരുത്തി പണവും കൊടുത്ത് കെട്ടിപ്പിടിക്കുന്നത്? ഒരു നിമിഷം കൊണ്ട് ഗോകുലിന്റെ മനസ്സിൽ എന്തൊക്കെയോ കടുത്ത സംശയങ്ങൾ വന്നു നിറഞ്ഞു. താൻ ഇത്രയും കാലം കണ്ട അപ്പച്ചി തന്നെയാണോ ഇത്? അങ്ങനെ അയാളുടെ കാർ ഗേറ്റ് കടന്നു പോയി കഴിഞ്ഞപ്പോൾ അപ്പച്ചി വേഗം അകത്തേക്ക് വരാൻ പടികൾ കയറി. അത് കണ്ടതും ഗോകുൽ വേഗം അവിടെ നിന്ന് മാറി അപ്പുറത്തുള്ള വലിയ കർട്ടന്റെ മറവിലേക്ക് നിന്നു. അകത്ത് കയറിയ ഭാരതി അപ്പച്ചി മുൻവശത്തെ വാതിൽ പതുക്കെ ലോക്ക് ചെയ്തു. എന്നിട്ട് ആരും കണ്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ വല്ലാത്തൊരു കള്ളലക്ഷണത്തോടെ ചുറ്റിലും ഒന്ന് നോക്കി. വീട്ടിലെല്ലാവരും ഉറക്കത്തിലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവർ പതുക്കെ അവരുടെ മുറിയിലേക്ക് നടന്നു. അപ്പച്ചി മുറിയിലേക്ക് പോകുന്നത് കർട്ടന്റെ മറവിൽ നിന്ന് ശ്വാസം അടക്കി പിടിച്ച് ഗോകുൽ നോക്കി കാണുകയായിരുന്നു. അവന്റെ മനസ്സിലപ്പോൾ ചോദ്യങ്ങളുടെ വലിയൊരു മഴവെള്ളപ്പാച്ചിൽ തന്നെയായിരുന്നു. അപ്പച്ചി മുറിയിലേക്ക് കയറാൻ പോകുമ്പോഴാണ് അവരുടെ കയ്യിലിരുന്ന ഫോൺ പെട്ടെന്ന് റിങ് ചെയ്തത്. ആ വലിയ നിശബ്ദതയിൽ ഫോണിന്റെ ശബ്ദം കേട്ടതും അപ്പച്ചി വല്ലാതെ വെപ്രാളപ്പെട്ടു. അവര് വേഗം തന്നെ ഫോൺ സൈലന്റ് മോഡിലേക്ക് മാറ്റിക്കൊണ്ട് മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. എന്തൊക്കെയോ സംശയം തോന്നിയ ഗോകുൽ അപ്പോൾ ഒട്ടും ശബ്ദമുണ്ടാക്കാതെ അപ്പച്ചിയുടെ റൂമിന്റെ വാതിൽക്കൽ ചെന്നു നിന്നു. വാതിലിനടുത്തെത്തിയതും ശ്വാസം പോലും വിടാതെ അവൻ അകത്തേക്ക് ചെവിയോർത്തു. അപ്പച്ചി അപ്പോൾ അകത്തുനിന്ന് ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് അവൻ കേട്ടു. അപ്പച്ചിയുടെ ശബ്ദത്തിൽ അതുവരെ കേൾക്കാത്ത ഒരു തരം ക്രൂരതയും ചതിയും ഉണ്ടായിരുന്നു. സോമേട്ടാ, അത് കറക്റ്റ് 20 ലക്ഷം രൂപയുണ്ട്. അപ്പച്ചി മറുപുറത്തുള്ള സോമശേഖരനോട് പറയുകയാണ്. ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്താൽ ആ ചെക്കൻ എങ്ങാനും അറിയും. അതുകൊണ്ട് ബാങ്ക് വഴി തരാൻ പറ്റാത്തതുകൊണ്ടാ ഞാൻ ക്യാഷായിട്ട് നേരിട്ട് തന്നത്. പിന്നെ നമ്മുടെ മോളോട് അവൾക്ക് ഇഷ്ടപ്പെട്ട ആ ലക്ഷറി കാർ തന്നെ വാങ്ങിച്ചോളാൻ പറ കേട്ടോ. ഞാൻ അവളോട് പറഞ്ഞിരുന്നു പൈസയുടെ കാര്യം നോക്കുകയേ വേണ്ട. അപ്പച്ചിയുടെ ആ വാക്കുകൾ കേട്ടതും പുറത്തുനിന്ന ഗോകുലിന്റെ നെഞ്ചൊന്നു പിടഞ്ഞു. മോൾക്കോ? അപ്പച്ചിക്ക് മോളുണ്ടോ അപ്പോൾ? പിന്നെ അടുത്ത ആഴ്ച ക്ലബിന്റെ മീറ്റിങ്ങും ഒരു ചെറിയ ടൂറും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങും. 2 ആഴ്ച ഞാൻ അവിടെ ഉണ്ടാകും. അപ്പൊ നമുക്ക് 3 പേർക്കും പോയി കാർ ഷോറൂമിൽ നിന്ന് എടുക്കാം. മോളോട് ഇപ്പൊ തന്നെ അത് ബുക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞേക്ക്. ക്യാഷ് ഇനി ഒരു 15 ലക്ഷം കൂടെ ഞാൻ അറേഞ്ച് ചെയ്യാം. മൂന്നാറിലുള്ള റിസോർട്ടിലെ കാര്യങ്ങളിലൊന്നും ഗോകുൽ ഇപ്പോൾ അധികം ഇടപെടാറില്ല. അവൻ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അത്ര വശവുമില്ല. അതുകൊണ്ട് അവിടുത്തെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ റോൾ ചെയ്ത് മാറ്റിയ കുറച്ച് പൈസയാണിത്. ഗോകുലിനപ്പോൾ തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ വിശ്വസിച്ചേൽപ്പിച്ച റിസോർട്ടിലെ പണമാണ് അപ്പച്ചി തന്റെ മകൾക്കും ഭർത്താവിനും വേണ്ടി മാറ്റുന്നത്. ഗോകുൽ ഇതൊക്കെ അപ്പച്ചിയുടെ നാവിൽ നിന്ന് തന്നെ കേട്ട് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. അപ്പച്ചി ചിരിച്ചുകൊണ്ടപ്പോൾ വീണ്ടും പറഞ്ഞു തുടങ്ങി. ഇല്ല, കുഴപ്പമില്ല സോമേട്ടാ, ആരും കണ്ടിട്ടില്ല. ഞാൻ ക്യാഷ് വലിക്കുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ലാലോ. ഞാൻ വേറെ കല്യാണം കഴിക്കാത്തതുകൊണ്ടും നമുക്കൊരു മോളുള്ള കാര്യമൊന്നും ആർക്കും അറിയാത്തതുകൊണ്ടും ഇവിടുള്ള തന്തക്കും മോനും എന്നോട് വലിയ സിമ്പതിയല്ലേ. ഈ ചെക്കന് വേണ്ടിയാണ് ഞാൻ ജീവിതം ഒഴിഞ്ഞു വെച്ച് ജീവിക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ മണ്ടനോട് കുത്തി പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ എന്നെ വലിയ വിശ്വാസമാ. ഞാൻ എന്ത് പറഞ്ഞാലും പട്ടി വാലാട്ടുന്ന പോലെ ചെക്കനിപ്പോ തലയാട്ടും. അതുകൊണ്ട് ഞാൻ നോക്കുന്ന ബിസിനസ് കാര്യത്തിലൊന്നും അവനിപ്പോ ശ്രദ്ധ വെക്കാറേയില്ല. അക്കൗണ്ട്സ് ഒന്നും നോക്കാറുമില്ല. ഞാനൊരു 10-20 ലക്ഷം കൂടെ സെറ്റ് ചെയ്യാം. ഓഫീസിലെ കണക്കുകളിൽ എന്തെങ്കിലും ചെറിയ തിരിമറി ചെയ്താൽ മതി. അതുകൊണ്ട് മോളോടൊന്നിനും വിഷമിക്കണ്ട എന്ന് പറയണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗോകുലിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ താഴേക്ക് വീഴുകയായിരുന്നു. ചോദിച്ചിരുന്നെങ്കിൽ എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കാമായിരുന്നു. ഇത് പക്ഷേ താൻ അമ്മയെപ്പോലെ വിശ്വസിച്ച സ്ത്രീ തന്നെ ഇത്രയും കാലം ഒരു വിഡ്ഢിയാക്കുകയായിരുന്നു എന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു അപ്പോൾ. ശേഷം അടുത്തതായി അപ്പച്ചി പറഞ്ഞ വാക്കുകൾ ഗോകുലിനെ പൂർണ്ണമായും തളർത്തി കളഞ്ഞു. പിന്നെ സോമേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ആ ചെക്കൻ എന്തോ കയ്യബദ്ധം പറ്റി ഒരുത്തി ഇവിടെ വലിഞ്ഞു കയറി വന്നിട്ടുണ്ടെന്ന്. മര്യാദക്കാണെങ്കിൽ പോലും അവനെ ഈ ജന്മം പെണ്ണ് കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെയാണ് എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന ഒരുത്തി. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവന്റെ കല്യാണം നടക്കുകയോ ഈ തറവാട്ടിൽ അവനൊരു തലമുറ ഉണ്ടാവുകയോ ഇല്ല. പിന്നെ ഇപ്പൊ ഏതോ ഒരുത്തി അവനെന്തോ ചെയ്തെന്നും ഗർഭിണിയായെന്നും പറഞ്ഞ് കയറി വന്നെന്ന് വെച്ച് അവളെ അവന്റെ തലയിലാകാൻ ഞാൻ സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. അവിടെ വെച്ച് അപ്പച്ചിയുടെ ശബ്ദം കടുക്കുകയായിരുന്നു. ഒരു വഴിയുമില്ലെങ്കിൽ അവളെ ഞാൻ അങ്ങ് തീർത്തേക്കും, കൊന്നുകളയും. അതിന് ഞാൻ ആ ചെക്കന്റെ സമ്മതവും വാങ്ങി വെച്ചിട്ടുണ്ട്. അവൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ്. എന്റെ ആങ്ങള മഹാദേവ വർമ്മയ്ക്കൊരു തലമുറ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. അതുണ്ടാകാൻ ഞാൻ ആ ചെക്കനെ സമ്മതിക്കുകയുമില്ല.
പിന്നെ ഞാൻ ഇത്രയും കാലം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടതിനൊക്കെ എന്താ ഒരു അർത്ഥം? നമ്മുടെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം അവന്റെ പെറ്റമ്മ ചമഞ്ഞു നിന്നത്. എന്റെ ആങ്ങളയുടെയും അവന്റെയും സകലതും നമ്മുടെ മോൾ അനുഭവിക്കും. വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. ഭാരതി അപ്പച്ചി അവരുടെ ഉള്ളിലെ ക്രൂരതയുടെ ആഴം ഭർത്താവുമായി പങ്കിടുന്നത് കേട്ടപ്പോൾ ഗോകുലിന് അവരെ ചെന്നൊന്ന് പൊട്ടിക്കാനാണ് തോന്നിയത്. പക്ഷേ ഒരു നിമിഷം അവൻ തരുത്തു പോയിരുന്നു. തന്റെ അമ്മയേക്കാൾ കൂടുതൽ താൻ സ്നേഹിച്ച സ്ത്രീ. പെട്ടെന്നൊരു നിമിഷം അകത്ത് അവർ സൈലന്റായി. മറുപുറത്തു നിന്ന് സോമശേഖരൻ എന്തോ സംസാരിക്കുകയാണെന്ന് ഗോകുലിന് അപ്പോൾ മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ അപ്പച്ചി വീണ്ടും പറഞ്ഞു, സ്ഥിരമായി നമുക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റിയില്ലെന്നല്ലേ ഉള്ളൂ സോമേട്ടാ. ഇവരെ പറ്റിച്ച് ഇത്രയൊക്കെ നമ്മൾ സമ്പാദിച്ചില്ലേ? പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ധ്യാനത്തിന് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് മോളെ പ്രസവിക്കാൻ 2 വർഷം ഞാൻ അവിടെ വന്ന് നിന്നില്ലേ? പിന്നെ ഇപ്പോഴും ഇടയ്ക്ക് ടൂറെന്നും മീറ്റിംഗ് എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് കൊണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വന്ന് താമസിക്കാനും നമ്മുടെ മോളെ കാണാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ. അതൊക്കെ അറിയാം ഭാരതി. എന്തായാലും ആർക്കും സംശയമൊന്നും തോന്നാതെ എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് നീ ഇങ്ങോട്ട് വാ. അപ്പുറത്ത് സോമശേഖരൻ സ്നേഹത്തോടെ പറഞ്ഞു. വരാം സോമേട്ടാ. സോമേട്ടനൊന്നുകൊണ്ടും പേടിക്കണ്ട. കല്യാണം പോലും കഴിക്കാതെ അവന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച പാവം അപ്പച്ചി എന്നൊരു പേരുള്ളത് കൊണ്ട് തന്നെ എന്നെ അവൻ സംശയിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെയാ ഇപ്പൊ ആ നശിച്ച പെണ്ണ് കയറി വന്നിരിക്കുന്നത്. അതിന്റെ വയറ്റിൽ വളരുന്ന അവന്റെ കുഞ്ഞിനെയും കൊന്ന് അവളുടെ കാര്യം കൂടെ അങ്ങ് തീർപ്പാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വന്നേക്കാം. മോളോട് പറയണം കാർ ഒരുമിച്ച് പോയി എടുക്കാമെന്ന്. അപ്പച്ചി അത് പറഞ്ഞ് ഫോൺ വെക്കുമ്പോൾ ഗോകുൽ പുറത്ത് ഷോക്കേറ്റ പോലെ പൂർണ്ണമായും തളർന്നു നിൽക്കുകയായിരുന്നു. കൈകാലുകൾ വിറച്ച് താഴേക്കിരുന്നു പോകാതിരിക്കാൻ അവൻ ചുമരിൽ ബലമായി പിടിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ അവന്റെ മനസ്സ് പൂർണ്ണമായും തകർന്നുപോയി. ഭാരതി അപ്പച്ചി പറഞ്ഞു കേട്ട കൊടും ക്രൂരതയുടെ വാക്കുകൾ അവന് വിശ്വസിക്കാൻ പറ്റുന്നതായിരുന്നില്ല. എന്റെ കുഞ്ഞ്. പെട്ടെന്ന് അവന്റെ നാവിൽ വന്നു പോയത് അതാണ്. ഗോകുലിന് പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പച്ചിയിൽ നിന്നേറ്റ വഞ്ചനയും അലീനയോട് ചെയ്ത കുറ്റബോധവും എല്ലാം കൂടെ ഒരു കൊടുങ്കാറ്റായി മാറി. ഈ സ്ത്രീ നാളെ നേരം പുലരുമ്പോൾ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കും. പാടില്ല. അവൻ മറ്റൊന്നും നോക്കാതെ വേഗം താഴത്തെ നിലയിലേക്ക് ഓടിയിറങ്ങി. അലീനയെ പൂട്ടിയിട്ടിരിക്കുന്ന മുറിയുടെ മുന്നിൽ ചെന്ന് വാതിൽ തുറക്കാൻ നോക്കി. പക്ഷേ വാതിൽ അപ്പച്ചി പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഭാരതി അപ്പച്ചി ഒരു തടവുകാരിയെ പോലെയാണ് അവളെ അവിടെ ഇട്ടിരിക്കുന്നത്. ഗോകുലിന് വല്ലാത്തൊരു വെപ്രാളം തോന്നി. അവൻ അപ്പോൾ തന്നെ വേഗത്തിൽ ഡൈനിങ് ഹാളിലെ കബോർഡിനടുത്തേക്ക് ചെന്നു. അവിടെയാണ് വീടിന്റെ എല്ലാ റൂമുകളുടെയും സ്പെയർ കീകൾ ഒരുമിച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൻ അവിടെ നിന്ന് വിസിറ്റേഴ്സ് റൂമിന്റെ ചാവി തിരഞ്ഞു പിടിച്ചു. ശേഷം ചാവിയും എടുത്ത് അവൻ വീണ്ടും അവളുടെ മുറിക്കരികിലേക്ക് ഓടിയെത്തി. മറ്റൊന്നും ചിന്തിക്കാതെ അവൻ പൂട്ടിൽ ചാവിയിട്ട് തിരിച്ച് പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു. അവൻ നോക്കുമ്പോൾ ആ ഇരുട്ടിൽ മുറിയിലെ കട്ടിലിലിരുന്ന് മടിയിലേക്ക് തലവെച്ച് ശബ്ദമില്ലാതെ കരയുകയായിരുന്നു അലീന. പെട്ടെന്ന് വാതിൽ തുറന്ന ശബ്ദം കേട്ടതും അലീന വല്ലാത്തൊരു ഞെട്ടലോടെ അവിടെ നിന്ന് എഴുന്നേറ്റു. കണ്ണുനീരിൽ കുതിർന്ന അവളുടെ മുഖം നേരിയ വെളിച്ചത്തിൽ കണ്ടപ്പോൾ ഗോകുലിന്റെ നെഞ്ചൊന്നു പിടഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഗോകുലിനെ അവിടെ കണ്ടതും അവൾ ശരിക്കും ഭയന്നുപോയി. അപ്പച്ചി കാണരുത് എന്ന് കരുതിയ ഗോകുൽ വേഗത്തിൽ അകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിടാൻ നോക്കി. അവൻ വാതിൽ ലോക്ക് ചെയ്യുന്നത് കണ്ടതും അലീനയുടെ ഉള്ളിലെ ഭയം ഇരട്ടിച്ചു. ഈ അർദ്ധരാത്രിയിൽ ഗോകുൽ എന്തിനാണ് തന്റെ മുറിയിലേക്ക് വരുന്നത്? ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ ആണെന്ന് കരുതി അവൾ വല്ലാതെ പേടിച്ചു പോയിരുന്നു. ഭയം കൊണ്ട് അവളുടെ കാലടികൾ തനിയെ പുറകോട്ട് നീങ്ങി. അവൾ ചുമരിനരികിലേക്ക് ഒതുങ്ങി മാറാൻ നോക്കി. അലീന തന്നെ വല്ലാതെ ഭയക്കുന്നത് കണ്ടപ്പോൾ ഗോകുൽ എന്തു ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിന്നുപോയി. ശേഷം അവൻ അവൾക്കരികിലേക്ക് ഒരടി മുന്നോട്ട് വെച്ചു. പക്ഷേ അവൻ അടുത്തേക്ക് ചെല്ലും തോറും അവൾ കൂടുതൽ പേടിയോടെ പിന്നോട്ട് മാറുകയായിരുന്നു. ഗോകുൽ അപ്പോൾ അവളെ അടിമുടിയൊന്നു നോക്കി. പേടിയോടെ വല്ലാത്തൊരു നിസ്സഹായതയിൽ അവൾ അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് അവൾ അവളുടെ വിറയ്ക്കുന്ന കൈകൾ അവന് നേരെ കൂപ്പി. എന്നെ ഒന്നും ചെയ്യരുത് എന്ന് ദയനീയമായി പറയുന്നത് പോലെയായിരുന്നു അവളുടെ കണ്ണുകളിലെ നോട്ടം. അപ്പോൾ കൈകൾ കൂപ്പി പേടിയോടെ നിൽക്കുന്ന അവളെ കാണുമ്പോൾ അവന്റെ നെഞ്ചു വല്ലാതെ പിടയുകയായിരുന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി എത്രമാത്രം നിസ്സഹായയാണെന്ന് അവൻ പൂർണ്ണമായി തിരിച്ചറിയുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെയല്ലേ അന്ന് രാത്രിയിലും അവൾ തന്റെ മുന്നിൽ കൈകൂപ്പി കരഞ്ഞത്. അന്ന് മദ്യത്തിന്റെ ലഹരിയിൽ താൻ അതൊന്നും കണ്ടില്ല. ആ രംഗം മനസ്സിലേക്ക് വന്നതും ഗോകുലിന്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു വന്നു.
ഉള്ളിലെ കുറ്റബോധം കൊണ്ട് അവന്റെ തൊണ്ടയിടറി. ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല, എന്നോട് പൊറുക്കണം. അവൻ ആ വാക്കുകൾ പറഞ്ഞതും അലീന ഒരു വലിയ ഞെട്ടലോടെ അവനെ നോക്കിപ്പോയി. ഗോകുൽ അപ്പോൾ പതുക്കെ അവൾക്കരികിലേക്ക് നടന്നു ചെന്നു. അവൾ അപ്പോൾ പിന്നോട്ട് മാറിയില്ല. അവൻ അവന്റെ തണുത്ത് വിറച്ച വിരലുകൾ കൊണ്ട് അവളുടെ 2 കൈകളും മെല്ലെ ചേർത്ത് പിടിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അലീന ശ്വാസം അടക്കി പിടിച്ച് അവനെ തന്നെ നോക്കി നിന്നു. എനിക്കെന്താണ് പറയേണ്ടതെന്നറിയില്ല. ഗോകുലിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ അവളുടെ കൈകളിലേക്ക് വീണു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരോടും ഇതുവരെ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തിട്ടില്ല. ഒരു ചതി പറ്റിയപ്പോൾ ഉണ്ടായ എന്തൊക്കെയോ വെറുപ്പും ദേഷ്യവും പിന്നെ മദ്യത്തിന്റെ കടുത്ത ബോധമില്ലായ്മയും ഒക്കെ കാരണം സംഭവിച്ചു പോയതാണ്. ഞാൻ ഒന്നും നിഷേധിക്കുന്നില്ല. ഞാൻ ചെയ്തത് മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ലാത്ത വലിയൊരു തെറ്റാണെന്ന് എനിക്കറിയാം. എങ്കിലും നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അവൻ ഒരു നിമിഷം നിർത്തി അവളുടെ വയറിലേക്ക് നോക്കി. എന്നിട്ട് ആർദ്രമായി പറഞ്ഞു, എന്റെ കുഞ്ഞ് അത് ഈ ഭൂമിയിൽ വരണം. ദൈവമായിട്ടാണ് അതിനെ നിന്റെ വയറ്റിൽ തന്നത്. അതുകൊണ്ട് ആ കുഞ്ഞിനെ കളയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിന്നെയും ഞാൻ വിട്ടുകളയില്ല. ഗോകുൽ അത് പറഞ്ഞതും അലീനയുടെ ഉള്ളിലെ സങ്കടത്തിന്റെ അണക്കെട്ട് പൊട്ടിപ്പോയി. അവൾ ശബ്ദമടക്കി പൊട്ടിക്കരയാൻ തുടങ്ങി. അവൻ പറയുന്നത് സത്യമാണോ അതോ തന്നെ ചതിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് ആ പാവത്തിനറിയുമായിരുന്നില്ല. അവൾ വല്ലാത്തൊരു ദയയോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ സമയത്ത് ഗോകുലിന്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകളിൽ കള്ളത്തരങ്ങളില്ലായിരുന്നു, മറിച്ച് വല്ലാത്തൊരു പ്രായശ്ചിത്തത്തിന്റെ നീറ്റലുണ്ടായിരുന്നു. അവനും അത്രമേൽ ദയയോടെ തന്നെ അവളെ നോക്കി നിന്നു. പിന്നീട് ഒന്നും പറയാനാകാതെ ആ രാത്രിയുടെ നിശബ്ദതയിൽ പരസ്പരം നോക്കി നിന്ന ശേഷം ഗോകുൽ പതുക്കെ അവളെ തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. വല്ലാത്തൊരു നിസ്സഹായതയോടെ അപ്പോൾ അലീന അവന്റെ നെഞ്ചിലേക്ക് വീണു. ഗോകുൽ അപ്പോൾ അവളെ വലിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചു. അവന്റെ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണുനീർ അലീനയുടെ മുഖത്തേക്കും അവളുടെ മുടിയകളിലേക്കും പടർന്നുകൊണ്ടിരുന്നു. അലീനയുടെ കണ്ണുനീരുകൊണ്ട് അവന്റെ ടീഷർട്ടും നെഞ്ചും ആകെ കുതിർന്നു. അന്ന് ഓഫീസിൽ വെച്ച് ആ ഇരുണ്ട രാത്രിയിൽ അവർ തമ്മിൽ ഒരു ശാരീരിക ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സുകൊണ്ട് അവരൊട്ടും അടുത്തവരായിരുന്നില്ല. എന്നാൽ ഇന്ന് തന്റെ സ്വന്തം ചോരയെ വയറ്റിൽ ചുമക്കുന്ന പെൺകുട്ടിയെ നെഞ്ചോട് ചേർത്തപ്പോൾ തന്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്തൊക്കെയോ വലിയ നന്മകൾ ഈ ലോകത്തുണ്ടെന്ന് ഗോകുലിന് തോന്നുകയായിരുന്നു. ഇതൊക്കെയാണ് അച്ഛൻ പണ്ട് പറയാറുണ്ടായിരുന്ന യഥാർത്ഥ സ്വർഗമെന്ന് അവന്റെ മനസ്സപ്പോൾ അവനോട് പറഞ്ഞു. അലീന അപ്പോൾ അവന്റെ നെഞ്ചിൽ നിന്നും പതുക്കെ മാറി. ശേഷം അവൾ തന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു, ഞാൻ ഈ വീട്ടിലേക്ക് ഒരവകാശവും ചോദിച്ചു വന്നതല്ല. എന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞു ജീവനെ കളയാതിരിക്കാൻ വേണ്ടി മാത്രം. അവൾ സങ്കടത്തോടെ എന്തോ പറയാൻ വന്നതും ഗോകുൽ അവളുടെ ചുണ്ടുകളിൽ വിരൽ വെച്ച് അവളെ തന്നെ നോക്കി. എനിക്കറിയാം, എനിക്കെല്ലാം മനസ്സിലാകും, ഗോകുൽ ശാന്തമായി പറഞ്ഞു. ഒരു പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ചെയ്ത തെറ്റിന്റെ ആഴം എത്ര വലുതാണെന്നും നീ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയുടെ അളവ് എത്രത്തോളം ഉണ്ടെന്നും എനിക്ക് നന്നായി മനസ്സിലാകും. സോറി, എന്നോട് ക്ഷമിക്കണം. അവൻ അത് പറഞ്ഞ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അലീനയുടെ കണ്ണുകളിൽ നിന്നും അപ്പോഴും കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. ഗോകുൽ ഒരു വലിയ നെടുവീർപ്പോടെ ജനാലയ്ക്കിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ഞാനൊരു പൊട്ടനെ പോലെ വലിയൊരു ചതിയിലും വഞ്ചനയിലുമാണ് ഇത്രയും കാലം ജീവിച്ചത്. പക്ഷേ ഇത്രയും കാലത്തെ സകല വഞ്ചനകളും ഞാൻ തിരിച്ചറിഞ്ഞത് ഇന്ന് ഈ നിമിഷത്തിലാണ്. അതിന് കാരണമായത് നീയാണ്. നീ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇനിയും ഒരു വിഡ്ഢിയെ പോലെ ജീവിച്ചു തീർത്തേനെ. അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ അലീന അവനെ തന്നെ നോക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഗോകുൽ അവളുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ മനസ്സിൽ ഒരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അവൾ അപ്പോൾ പതുക്കെ തലയാട്ടി. ഇങ്ങനെ ഒരു വലിയ തെറ്റുപറ്റി നിന്റെ ജീവിതം തകർന്നിട്ടും ഈ കുഞ്ഞിനെ ഒഴിവാക്കാതെ ഞാൻ നിന്നെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുപോലും ഉറപ്പില്ലാതെ ഇത്രയും വലിയൊരു വീട്ടിലേക്ക് തനിയെ കയറി വരാൻ നിനക്കെങ്ങനെ തോന്നി? ഞാനൊരു ദുഷ്ടനാണെന്ന് അന്നത്തെ ആ സംഭവത്തോടെ തന്നെ നിനക്കറിയാമായിരുന്നില്ലേ? പിന്നെ എന്തിനാണ് നീ ഈ കുഞ്ഞിന്റെ പിതൃത്വം തേടി എന്റെ അടുത്തേക്ക് വന്നത്? ഗോകുൽ അത് ചോദിച്ചപ്പോൾ അലീനയുടെ നിറഞ്ഞ കണ്ണുകളിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരിക്ക് വല്ലാത്തൊരു വിശുദ്ധി ഉണ്ടായിരുന്നു.
അവൾ മെല്ലെ ഗോകുലിന്റെ മുഖത്തേക്ക് നോക്കി പതുക്കെ പറഞ്ഞു, ഞാൻ വളർന്നതൊരു ഓർഫണേജിലാണ്. ആ ഓർഫണേജിന്റെ സകല കാര്യങ്ങളും നോക്കിയിരുന്നതും അച്ഛനും അമ്മയും ആരാണെന്നറിയാത്ത ഞങ്ങളെ വളർത്തിയതുമെല്ലാം സാറിന്റെ അച്ഛൻ വർമ്മ സാറാണ്. എനിക്ക് നിങ്ങളുടെ ഓഫീസിൽ അക്കൗണ്ടന്റായി ജോലി തന്നതും അദ്ദേഹമാണ്. ഓർഫണേജിലെ കണക്കുകളൊക്കെ കുറച്ചായിട്ട് ഞാനാണ് നോക്കാറുണ്ടായിരുന്നത്. അവിടുത്തെ അക്കൗണ്ടുകൾ ചെയ്യുമ്പോഴെല്ലാം എനിക്ക് ഗോകുൽ സാറിന്റെ പേരിലുള്ള കുറേ ചെക്കുകൾ കിട്ടിയിട്ടുണ്ട്. സാറിന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി സാറിന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും ഓർഫണേജിലെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് തുക വരാറുണ്ടായിരുന്നല്ലോ. അലീനയുടെ ആ വാക്കുകൾ കേട്ട് ഗോകുൽ ഒന്ന് അത്ഭുതപ്പെട്ടു. അവൾ അപ്പോൾ വീണ്ടും പറഞ്ഞു, അങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സുള്ള സാറിനെ പോലൊരാൾക്ക്, ഒരുപാട് അനാഥ കുട്ടികൾക്ക് അന്നം തരുന്ന സാറിനെ പോലൊരാൾക്ക് സ്വന്തം ചോരയിലുണ്ടാവുന്ന കുഞ്ഞിനെ അനാഥനാക്കാൻ കഴിയില്ലെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനിങ്ങോട്ട്. അവൾ ഒരു നിമിഷം നിർത്തി ശ്വാസമെടുത്ത് വീണ്ടും പറഞ്ഞു, പിന്നെ ഞാൻ ഗർഭിണിയാണെന്ന കാര്യം ഓർഫണേജിൽ അറിഞ്ഞപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. ഒടുക്കം വിവരം വർമ്മ സാറിനെ അറിയിച്ചിരുന്നു. വർമ്മ സാറാണ് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്. സാറാണ് എനിക്ക് ധൈര്യം തന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയെങ്കിലും ഗോകുൽ സാർ എന്നെ കൈവിടില്ലെന്ന്. അത്രയ്ക്ക് മനുഷ്യത്വമില്ലാത്തവനല്ല അദ്ദേഹത്തിന്റെ മോനെന്ന്. വർമ്മ സാറിന്റെ നിർബന്ധം കൊണ്ടാണ് പേടിയോടെയാണെങ്കിലും ഞാൻ ഈ മുറ്റത്തേക്ക് കയറി വന്നത്. അലീന അത് പറഞ്ഞു കേട്ടപ്പോൾ ഗോകുൽ ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയായിരുന്നു. അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു അത്. അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ളത് അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളെ അങ്ങോട്ട് അയച്ചത് അച്ഛനാണെന്ന് പോലും അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് നേരത്തെ വിളിച്ചിട്ട് പോലും അച്ഛൻ എന്നോട് എന്ത് സ്നേഹത്തോടെയാണ് സംസാരിച്ചത്. തനിക്ക് തെറ്റുപറ്റിയെന്നറിഞ്ഞിട്ടും അച്ഛൻ തന്നെ തള്ളി പറഞ്ഞില്ല. മറിച്ച് അച്ഛന്റെ മോനെ വിശ്വസിച്ചു. കുറച്ചു മുൻപ് അച്ഛൻ ഫോണിൽ വിളിച്ച് വല്ലാത്തൊരു സ്നേഹത്തോടെ സംസാരിച്ചതിന്റെ അർത്ഥം അവൻ അപ്പോഴാണ് പൂർണ്ണമായും മനസ്സിലായത്. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണോ അച്ഛൻ അപ്പോൾ എന്നോട് അത്രയും വാത്സല്യത്തോടെ സംസാരിച്ചത്? അച്ഛൻ അറിയാമായിരുന്നു ഇതൊക്കെ? ഗോകുൽ വിശ്വസിക്കാൻ കഴിയാതെ ഒന്നുകൂടി അവളോട് ചോദിച്ചു. അലീന പതുക്കെ തലയാട്ടി. സാറിന് പറ്റിയ തെറ്റിന് വർമ്മ സാർ എന്നോട് ഒരുപാട് മാപ്പ് ചോദിച്ചു. സാർ എന്നെ കൈവിടില്ലെന്ന ഉറപ്പ് എനിക്ക് തന്നത് അദ്ദേഹമാണ്. വിറയ്ക്കുന്ന ശബ്ദത്തിൽ അലീന അത് പറഞ്ഞു തീർത്തപ്പോൾ ഗോകുലിന്റെ മനസ്സ് പൂർണ്ണമായും ശാന്തമാവുകയായിരുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് അച്ഛനൊപ്പം ഒരുപാട് സമയം ചെലവഴിച്ചിട്ടില്ലായിരുന്നിട്ട് പോലും അച്ഛൻ തന്നെ എത്രമാത്രം മനസ്സിലാക്കിയിരിക്കുന്നു. താൻ ഒരു പെൺകുട്ടിയോട് ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ടും അച്ഛൻ തന്നോട് വെറുപ്പ് കാണിച്ചില്ല. മറിച്ച് തന്നെ തിരുത്താനും ആ പെൺകുട്ടിക്ക് നീതി വാങ്ങി നൽകാനും അച്ഛൻ കൂടെ നിന്നു. താൻ ഇത്രയും കാലം വിശ്വസിച്ച അപ്പച്ചി എന്ന ദുഷ്ട സ്ത്രീ തന്നെ ചതിക്കാനും നശിപ്പിക്കാനും നടക്കുമ്പോൾ താൻ സ്നേഹിച്ചിട്ടില്ലാത്ത തന്റെ അച്ഛനും താൻ ജീവിതം തകർത്ത ഈ പാവം പെൺകുട്ടിയും തന്നെ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും ഓർത്തപ്പോൾ അവർ രണ്ടുപേരും അവനോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിന്റെ ആഴം അവൻ തിരിച്ചറിയുകയായിരുന്നു. അപ്പോൾ ഗോകുലിന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. അവന് നന്ദി പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ കരച്ചിലോടെ അലീനയെ തന്റെ കൈകളാൽ വാരിപ്പുണർന്നു. എന്തോ വലിയൊരു സമാധാനത്തോടെ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു. അപ്പോഴാണ് ഗോകുലിന്റെ പോക്കറ്റിലിരുന്ന ഫോൺ പെട്ടെന്ന് വൈബ്രേറ്റ് ചെയ്തത്. അതിന്റെ ശബ്ദം കേട്ടപ്പോൾ രണ്ടുപേരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. അലീനയെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കി. അതിൽ അച്ഛനെന്ന് കണ്ടതും അവന്റെ നെഞ്ചൊന്നു പിടഞ്ഞു. അദ്ദേഹം അവനോട് കുറച്ചുനേരം കൂടി സംസാരിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്ത് കാതോട് ചേർത്തു. ഉള്ളിൽ നിറഞ്ഞു വന്ന സങ്കടം കാരണം അവന് വാക്കുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. വല്ലാതെ ഇടറിയ ശബ്ദത്തിൽ അവൻ മെല്ലെ വിളിച്ചു, അച്ഛാ, എന്തു പറ്റിയടാ മോനെ, നിന്റെ ശബ്ദം വല്ലാതെ? മറുപുറത്തു നിന്ന് വർമ്മസാറിന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരാകുലത നിറഞ്ഞു നിന്നിരുന്നു. അവന്റെ ശബ്ദത്തിലെ വിറയൽ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. എനിക്ക് അച്ഛാ, അത് അലീന. ഗോകുൽ എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങാൻ ആഞ്ഞെങ്കിലും അവന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കുറ്റബോധം കൊണ്ട് അവന്റെ തൊണ്ട വീണ്ടും അടഞ്ഞുപോയി. സാരമില്ലടാ, പോട്ടെ. അവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിനു മുൻപ് തന്നെ അപ്പുറത്തു നിന്നും വർമ്മസാർ ശാന്തമായി പറഞ്ഞു, പറ്റിപ്പോയ തെറ്റുകളെ ഇന്നലകളിലേക്ക് ചെന്ന് മായ്ച്ചു കളയാൻ നമുക്ക് കഴിയില്ല മോനെ. പക്ഷേ അതിനു പകരം പ്രായശ്ചിത്തം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഈ അച്ഛനിനി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലടാ.
ഇനിയുള്ള കാലം നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിച്ച് സന്തോഷത്തോടെ നിന്റെ കൂടെ കഴിയണം. അത്രയേ ഉള്ളൂ. അവളൊരു പാവം കുട്ടിയാണ്. കുറെ നാളുകൾക്ക് മുൻപ് തന്നെ എനിക്കതിനെ അറിയാവുന്നതാണ്. പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഉപകാരമാകട്ടെ എന്ന് കരുതിയാണ് നമ്മുടെ ഓഫീസിൽ ഒരു ജോലി കൊടുത്തത്. പക്ഷേ അത് അവസാനം ഇങ്ങനെയൊക്കെയായി. വർമ്മ സാർ ഒരു നെടുവീർപ്പോടെ തുടർന്നു. നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല മോനെ, എങ്കിലും തെറ്റ് തെറ്റാണെന്ന് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനി അതിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വീഴ്ത്തരുത്. എന്റെ വംശം നിലനിർത്താൻ പോകുന്ന അവളുടെ വയറ്റിൽ വളരുന്ന ജീവനെ ഒരിക്കലും നശിപ്പിക്കരുത്. കേട്ടോടാ, നിന്റെ കൂടെ ഈ അച്ഛനുണ്ട്. അച്ഛൻ ആർദ്രമായി അത് പറയുമ്പോൾ ഗോകുലിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ നിർത്താതെ ഒഴുകുകയായിരുന്നു. പശ്ചാത്താപം കൊണ്ട് അവൻ ഉള്ളിൽ ഉരുകിത്തീരുകയായിരുന്നു. നീ കേൾക്കുന്നില്ലേ മോനെ, ഗോകുലേ? അപ്പുറത്തുനിന്ന് അദ്ദേഹം പതുക്കെ വിളിച്ചു. അവനപ്പോൾ കണ്ണു തുടച്ചുകൊണ്ട് അലീനയെ തന്റെ നെഞ്ചോടൊന്നുകൂടി നന്നായി ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ടച്ഛാ. എനിക്ക് അച്ഛനോട് സീരിയസ് ആയ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അച്ഛന്റെ സഹോദരിയില്ലേ, ഭാരതി, അവര് തന്റെ അപ്പച്ചിയാണെന്ന് പറയാൻ പോലും അവന്റെ നാവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. എന്തു പറ്റി മോനെ? ഗോകുലിന്റെ സംസാര രീതി മാറിയപ്പോൾ വർമ്മ സാർ പരിഭ്രമത്തോടെ ചോദിച്ചു. ഗോകുൽ അപ്പോൾ കുറച്ചു മുൻപ് താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ വിഷമത്തോടെ അച്ഛനോട് തുറന്നു പറഞ്ഞു. അപ്പച്ചിക്ക് മറ്റൊരു കുടുംബമുണ്ടെന്ന കാര്യവും നമ്മളെ ചതിച്ച് പണം തട്ടുകയാണെന്നുള്ളതും നാളെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവർ പദ്ധതി ഇട്ടിരിക്കുകയാണെന്നതുമായ എല്ലാ വിവരങ്ങളും അവൻ അച്ഛനെ ധരിപ്പിച്ചു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ മറുപുറത്ത് വർമ്മ സാറിന് വലിയൊരു ഷോക്കേറ്റതുപോലെയായിരുന്നു. അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ചതിയുടെ കഥയാണ് ഗോകുലിൽ നിന്നും അദ്ദേഹം കേട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചുനേരം ഒന്നും മിണ്ടിയില്ല. ശേഷം പറഞ്ഞു, എനിക്ക് ചില സംശയങ്ങളൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു ഗോകുൽ. പക്ഷേ അവൾ ഇത്രത്തോളം തരം താഴുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വർമ്മ സാറിന്റെ ശബ്ദത്തിൽ കടുത്ത ദേഷ്യവും വിഷമവും കലർന്നിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ, ഈ നിമിഷം തന്നെ അലീന മോളെയും കൂട്ടി അവിടെ നിന്നിറങ്ങ്. അധികം വൈകിക്കണ്ട. നമ്മുടെ റിസോർട്ടിലേക്ക് പൊയ്ക്കോ. നാളെ രാവിലെ തന്നെ ഞാൻ അവിടെ എത്തിക്കോളാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. കുറച്ചു ദൂരമുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എത്താൻ പറ്റാത്തതുകൊണ്ടാണ്. നീ വിഷമിക്കാതിരിക്കേ. അപ്പച്ചി എന്ന വാക്കുപോലും നീ ഇനി മറന്നേക്ക്. അവൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാ അതൊക്കെ ഞാൻ കൊടുത്ത് സെറ്റിൽ ചെയ്തോളാം. വീടോ സ്വത്തോ പണമോ എന്താണെന്ന് വെച്ചാൽ അവൾ എടുത്തോട്ടെ. നീ അതോർത്തിനി വിഷമിക്കണ്ട. ജീവിതത്തിലെ കറുത്ത ഭാഗമായി കണ്ട് അതങ്ങ് മറന്നേക്ക്. അച്ഛനില്ലേടാ നിനക്ക്? ഇപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. അച്ഛന്റെ വാക്കുകൾ ഗോകുലിന് വലിയൊരാശ്വാസമാണ് നൽകിയത്. എന്തൊക്കെയോ നന്മകൾ വരാനിരിക്കുന്ന പോലെ ഒരു സന്തോഷം. ഫോൺ വെച്ചതിന് ശേഷം അവൻ പതുക്കെ അലീനയുടെ മുഖത്തേക്ക് നോക്കി. ഏകദേശം എന്തൊക്കെയോ മനസ്സിലായെങ്കിലും അവൾ ഒന്നും ചോദിച്ചില്ല. അവനെ നോക്കി സ്നേഹത്തോടെ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. അവളുടെ ആ നിഷ്കളങ്കമായ പുഞ്ചിരി കണ്ടപ്പോൾ ഗോകുലിന് തന്റെ വിഷമം അടക്കാൻ കഴിഞ്ഞില്ല. അവൻ അവളുടെ മുഖം തന്റെ 2 കൈകൾ കൊണ്ടും കോരിയെടുത്തു. അവളുടെ ഓമനത്തമുള്ള നെറ്റിത്തടത്തിൽ അവൻ അവന്റെ ചുണ്ടുകൾ ചേർത്ത് പതിയെ ഒരു കുഞ്ഞുമ്മ നൽകി. എന്നിട്ട് അവളുടെ മുടിയകളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, അന്ന് ഞാൻ കാരണം ഒരുപാട് വേദനിച്ചോ? അവന്റെ ആ ചോദ്യം കേട്ടതും അലീനയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. ഇല്ല, ആ വേദനയൊക്കെ ഈ ഒരു നിമിഷത്തോടെ മാറി. അവൾ ഇടർച്ചയോടെ അത് പറഞ്ഞതും അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് ഒരൊറ്റ വലിക്ക് അവളെ തന്റെ നെഞ്ചോട് ചേർത്തിട്ടു. നമുക്ക് പോകാം. ഗോകുൽ ഇടർച്ചയോടെ ചോദിക്കുമ്പോൾ അതിൽ അവളോടുള്ള ഇഷ്ടമുണ്ടായിരുന്നു. ചെയ്തുപോയ തെറ്റോർത്തുള്ള പശ്ചാത്താപമുണ്ടായിരുന്നു. അവൾ അപ്പോൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ആ നോട്ടത്തിൽ ഭയമായിരുന്നില്ല, മറിച്ച് അവനോടുള്ള പൂർണ്ണമായ കീഴടങ്ങലായിരുന്നു. അവളെയും ചേർത്ത് പിടിച്ച് ആ വലിയ വീടിന്റെ പടിയിറങ്ങുമ്പോൾ അപ്പച്ചിയോടുള്ള ദേഷ്യം കൊണ്ട് അവന്റെ രക്തം തിളയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ പട്ടുപോലുള്ള വിരലുകൾ അവന്റെ കൈകൾക്കുള്ളിൽ മുറുകിയപ്പോൾ അവന്റെ ഉള്ളിലെ തീ പെയ്തൊഴിയാൻ തുടങ്ങി. കാറിന്റെ മുൻസീറ്റിലേക്ക് അവളെ ഇരുത്തി അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ആഞ്ഞതും അവൻ പെട്ടെന്നൊന്ന് നിന്നു. അവൻ പതുക്കെ അവളുടെ മുഖത്തേക്ക് തിരിഞ്ഞു. അവളുടെ വിരലുകൾ വീണ്ടും കോർത്തു പിടിച്ചു. മറുകൈകൊണ്ട് അവളുടെ വയറിൽ വളരെ മൃദുവായി തലോടി. ആ സ്പർശനത്തിന്റെ സുഖത്തിൽ അവൾ അറിയാതെ ഒന്ന് കണ്ണുകൾ പൂട്ടിപ്പോയി. ആ നിമിഷത്തിൽ അവന്റെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോൾ അവൾ സ്നേഹത്തോടെ അവനെ നോക്കി ഒന്നുകൂടെ പുഞ്ചിരിച്ചു. പെട്ടെന്ന് അവരെല്ലാം മറന്നുകൊണ്ട് പരസ്പരം ചേർത്തു പിടിച്ചു.
അവളുടെ നെഞ്ചും ശരീരവും അവന്റെ നെഞ്ചിനോടും ശരീരത്തോടും ഒട്ടി നിന്നു. ആ കെട്ടിപ്പിടുത്തത്തിൽ കാറിനുള്ളിൽ വെച്ച് അവരുടെ ശ്വാസങ്ങൾ പരസ്പരം ഇടകലരാൻ തുടങ്ങി. പുറത്തെ ലോകത്തെ മുഴുവൻ അവർ മറക്കുകയായിരുന്നു അപ്പോൾ. അത്രമേൽ അതിരില്ലാത്ത സന്തോഷം ഗോകുലിന്റെ മനസ്സിൽ നിറഞ്ഞു. ഒരു ഗർഭിണിയുടെ ശരീരത്തോട് കാണിക്കേണ്ട എല്ലാ കരുതലോടും കൂടി, എന്നാൽ ഒരു ഭർത്താവിന്റെയോ കാമുകന്റെയോ എല്ലാ തീവ്രതയോടും കൂടി അവൻ ഒരിക്കൽ കൂടി അവളെ തന്നിലേക്ക് ഒതുക്കി പിടിച്ചു. അല്പം കഴിഞ്ഞ് അവളുടെ വയറിലൊന്ന് പതുക്കെ ചുംബിച്ച ശേഷം തന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആ വലിയ വീടും അവിടുത്തെ കൈപ്പേറിയ ഓർമ്മകളും എന്നേക്കുമായി അവിടെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ ഗോകുലായി ജീവിതത്തിന്റെ സുഖമുള്ള തുടക്കത്തിലേക്ക് അവൻ യാത്ര തിരിച്ചു.